and welcome to QT, the Hand Wash Presents Comedy Masters, powered by Amritaveni Lice Kit, co-powered by Rajakumari Group. ആ ഏഴ് ആൾക്കാർക്ക് മനസ്സിലാവണം നമ്മുടെ പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ കാരണം നമ്മുടെ ഈ ഒച്ച കേട്ടിട്ട് ആ ടിവിയുടെ ചുറ്റും ആൾക്കാർ ഇങ്ങനെ തുടങ്ങി അതായത് വീട്ടിലെ അമ്മമാരൊക്കെ പാത്രം കടുക്കിച്ച് പെട്ടെന്ന് ചോദിച്ചത് കോമഡി ആസ്റ്റിസ്. അത് മാത്രല്ല ഈ ഒച്ച കേട്ടിട്ട് അപ്പുറത്തെ ചാനൽ കണ്ടോണ്ടിരിക്കണ ഇപ്പുറത്തെ ചാനലിലേക്ക് വരണം. അതാണ് നീയാണ് ഞങ്ങളുടെ മുതൽക്കൂട്ട്. അപ്പൊ അർജുൻ ടേക്ക് ഓഫ് ചെയ്ത സ്ഥിതിക്ക് നമുക്കിനി ബാക്കി കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് അങ്ങ് പറഞ്ഞു പോകാം. പിന്നെ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ നാട്ടുകൂട്ടത്തിനെ സ്വാഗതം ചെയ്യണം. കണ്ണൂർ ജില്ലയിൽ നിന്നുമാണ് ഇവർ എത്തിയിരിക്കുന്നത്. മന്ത്ര റൂട്ട്സ് ഓഫ് റിതം. ഈ റിതം എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ റിതം പാട്ടിലല്ലേ വരിക, പക്ഷെ ഡാൻസിലും ഉണ്ട്. അപ്പൊ ഡാൻസേഴ്സ് ആണോ പാട്ടുകാരാണോ ഞാൻ ഇവരോടൊന്ന് ചോദിക്കട്ടെ. ഹലോ ഗൈസ്, നിങ്ങൾ പാട്ട് പാടാനാണോ ഡാൻസ് കളിക്കാനാണോ? ഞങ്ങൾ ഡാൻസ് കളിക്കാനാണ്. സൂപ്പർ. അപ്പൊ അവരുടെ ടോൺ ശ്രദ്ധിച്ചോ? ഞങ്ങൾ ഡാൻസ് കളിക്കാനാണ് വന്നത്. കണ്ണൂരിന്റെ എല്ലാ പ്രൗഢിയും അവള് പറയാത്ത വേറൊരു കാര്യം അതിൽ ഫില്ല് ചെയ്യണം. ഞങ്ങൾ ഡാൻസ് കളിക്കാനാണ് വന്നത്. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്? മൈൻഡ് വോയിസ് നമ്മൾ ഫില്ല് ചെയ്യണം. അതെ, ചിലത് നമ്മള് മനസ്സിലെ മറ്റേ മൈൻഡ് വോയിസ് കിടപ്പുണ്ട്, നമ്മൾ ഫില്ല് ചെയ്തോട്ടെ. കണ്ണൂരിന്നാണ് ആ പവർ കാണും. പവർ അവിടെ കൂടുതൽ നീ അവിടെ പറയാൻ നിൽക്കണ്ട. ഞങ്ങള് നാട്ടുകാരെ, ഞാൻ സേഫ് ആണ്. ഇവളെങ്ങനെ നാട്ടുകാരാണ്? കാസർഗോഡ് നാട്ടുകാരാ. കഴിഞ്ഞ എപ്പിസോഡിൽ കൊല്ലം ട്രിവാൻഡ്രം ഒന്നാണ് നിവന്നാരോ പറഞ്ഞു. അതെന്താ കണ്ണൂരിനും കാസർഗോഡിനും കൊളാബറേഷൻ? ട്രിവാൻഡ്രം കൊല്ലം എന്നത് ഇങ്ങനെ വെച്ചാൽ കൊല്ലം എത്തും, ഇങ്ങനെ വെച്ചാൽ ട്രിവാൻഡ്രം എത്തും. അങ്ങനെ തന്നെയാ കണ്ണൂരും കാസർഗോഡും ഇങ്ങനെ തന്നെ. ഇങ്ങനെ വെച്ചാ അങ്ങനെയാവും, ഇങ്ങനെ വെച്ചാ അങ്ങനെയാവും. ഞങ്ങളുടെ കൾച്ചർ എങ്ങനെയാണ്? ഞങ്ങൾക്ക് തെയ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. മുത്തപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമുക്കും തരും, നമുക്ക് തെയ്യം എല്ലായിടത്തോട്ടും ശ്രീവിദ്യ മുല്ലശ്ശേരി കാസർഗോഡ് മാത്രമേ ഉള്ളൂ. വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ചുരുക്കി പറഞ്ഞ ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും, നിനക്ക് എവിടെന്നെങ്കിലും കിട്ടും. ഇങ്ങനെ പോയാൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. കേരളത്തിന്റെ കണ്ണൂർ എവിടെയാ, കാസർഗോഡ് എവിടെയാ, തിരുവനന്തപുരം എവിടെയാ, കൊല്ലം എവിടെയാ, അതിലൊന്നും ഒരു കാര്യമില്ല. കോമഡി മാസ്റ്റേഴ്സ് എവിടെയാ? അതിവിടെ. അവിടെയാണ് കാര്യം. അത് കേരളത്തിലാണ്, അത് ഇന്ത്യയിലാണ്, അത് കിടിലമാണ്. അത്രേ ഉള്ളൂ. അല്ല, ഇതൊക്കെ പറയുമ്പോ നമ്മുടെ കിടിലങ്ങളെ ഇറക്കി ചേച്ചി. അല്ല, നമ്മുടെ വീട്ടിലത്തെ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് വരാൻ വേണ്ടി. എന്നാ ചേച്ചി ആ വെയിറ്റിംഗിന്റെ ഒരു മാജിക് ഞാൻ പറയട്ടെ. അമ്പിളിക്കുട്ടൻ ചേച്ചി ഇന്ന് വേറെ മൂഡിലാണല്ലോ. ജാക്കറ്റ് ഇട്ടതിന് ശേഷം ഇങ്ങനെയാ മൂഡ് മാറി. അതാ കോളറിന്റെ ആണ്. ഹായ്, നമസ്കാരം. ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ പറയുന്നത് ഒരു വിചിത്രമായ സംഭവമാണ്. റിയൽ ലൈഫ് സൂപ്പർ ഹീറോസ്. അതെ, ഒരിക്കൽ മിന്നലേറ്റപ്പോൾ ഒരുപാട് അമാനുഷിക ശക്തികൾ നേടിയ മിന്നൽ മുരളിയുടെ കഥ നമ്മൾ സിനിമയിലൂടെ കണ്ടു കഴിഞ്ഞു. എന്നാൽ ആ കഥ, ആ സിനിമയിലുള്ള സെയിം കഥ ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യന് അതേ മിന്നൽ സിനിമയിലെ പോലെ ഏറ്റപ്പോൾ അമാനുഷിക ശക്തികൾ നേടി ഇന്ന് കേരളക്കരയുടെ രക്ഷകനായി മാറിയിരിക്കുകയാണ്. യെസ്, റിയൽ ലൈഫ് സൂപ്പർ ഹീറോ. ആ റിയൽ ലൈഫ് സൂപ്പർ ഹീറോയുടെ എക്സ്ക്ലൂസീവ് വീഡിയോ ഇതാ പ്ലീക്കി ചാനലിലൂടെ നിങ്ങളിലേക്ക്. യെസ്, റിയൽ ലൈഫ് സൂപ്പർ ഹീറോ സൂപ്പർ മോൻ അമ്പിളിക്കുട്ടൻ. നമസ്കാരം സൂപ്പർ ഹീറോ. എന്നെ മനസ്സിലായോ? മനസ്സിലായി. എങ്ങനെ അറിയാം? നിങ്ങൾ മറ്റേ പരിപാടിയുടെ ആളല്ലേ? ഏത് പരിപാടി? ബിബിൻ ജോർജ്. ബിലീവ് ഇറ്റ് ഓർ നോട്ട്. വന്ന ഉടനെ വിളിക്കണമെന്ന് അമ്മ പറഞ്ഞായിരുന്നു. ഹലോ, അമ്മ ഞാനിവിടെ എത്തി. ഇന്ന് പറഞ്ഞപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ മേഘത്തിന്റെ ഇടയിൽ ഒരു ചെറിയ ആലിപ്പഴം വന്ന് നെറ്റി കൊണ്ട് ചെറിയൊരു മുറിവുണ്ട്. കുഴപ്പമൊന്നുമില്ല, അത് എത്തിക്കോളാം. ഓക്കെ അമ്മ. ഇന്റർവ്യൂ വരാ. സൂപ്പർ ഹീറോ അമ്പിളിക്കുട്ടൻ അല്ലേ? സൂപ്പർ ഹീറോ എന്ന് ആരെങ്കിലും നേരത്തെ വിളിച്ചിട്ടുണ്ടോ? ഈ സൂപ്പർ മോൻ എന്ന് സൂപ്പർ അവിടെ കാണത്തില്ല, അവിടെ വേറെയൊക്കെ ഫില്ല് ചെയ്യും. മോൻ അവിടെ തന്നെ കാണും, സ്റ്റഡിയാണ്. മോൻ സൈലന്റ് ആണോ? അതറിഞ്ഞൂട്ടോ, വിളിക്കുന്ന ഒരു വയലന്റ് ആണ്. സൂപ്പർ പവർ ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ എന്തൊക്കെ പവറുകളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. അത് വഴിയെ ചോദിക്കാം. അപ്പൊ വീട്ടിൽ ആർക്കെങ്കിലും ഇതേപോലെ സൂപ്പർ പവർ ഉണ്ടോ? വീട്ടില് പിന്നെ മാമനുണ്ട്. മാമൻ എന്ത് സൂപ്പർ പവർ ആണുള്ളത്? മാമൻ സൂപ്പർ മാമനല്ലേ? മാമൻ എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷനിൽ ലോകത്ത് ഒരു പുരുഷനും ചെയ്യാത്ത കാര്യം മാമൻ ചെയ്യും. ഏത് സിറ്റുവേഷനിലാണ് എന്ന് വെച്ചാലേ, മാമൻ വെള്ളം ഒടിച്ചിട്ട് വരും, മാമി പോലും അറിയാതെ പരിക്കകത്ത് കയറി തുറയിക്കളയും. ആ കഴിവ് ഒരു പുരുഷനും ലോകത്തില്ല. മാമൻ മുകളിലൂടെ പറക്കോ? ഇല്ല, മാമൻ പറക്കത്തില്ല. മാമന് പൊക്കം പേടിയാണ്. ആണോ? ഗ്രൗണ്ട് വർക്കാണ്.
ഗ്രൗണ്ട് വർക്ക് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഈ ദേവാലയങ്ങൾ ചുറ്റിപ്പറ്റിയുള്ള വർക്കാ മാമൻ. ദേവാലയങ്ങൾ. അതെ, മാമൻ ക്ഷേത്രത്തിൽ പോവും, മുസ്ലിം പള്ളിയിൽ പോവും, ക്രിസ്ത്യൻ പള്ളിയിൽ പോവും. അപ്പം മതമൈത്രിയാണ്. ചെരുപ്പ് പൊട്ടിക്കുന്നതിന് എന്തിനു മതമൈത്രി? അങ്ങനെ പോവാല്ലോ. മോഷണോ? മോഷണം. ഒരു സൂപ്പർ ഹീറോയുടെ വീട്ടിൽ മോഷണം അല്ലേ? എനിക്ക് ഭയങ്കര ദേഷ്യമാണത്. താങ്കൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ഭയങ്കര ദേഷ്യം. ഈ ദേഷ്യം എവിടെ നിന്നാ കിട്ടിയത്? ദേഷ്യം എന്റെ അപ്പൂപ്പന്റെ ദേഷ്യം എനിക്ക് കിട്ടിയേക്കുന്ന എല്ലാരും പറയുന്നത്. അപ്പം ഭയങ്കര ദേഷ്യമാണ്. ഓ, ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടാണ്. അപ്പൂപ്പൻ മരിക്കുമ്പം വരെ ഭയങ്കര ചൂടായിരുന്നു. മരിക്കുമ്പോ ആരോട് ചൂട് കാണിച്ച്? പനിയാരനോട് മരിച്ചത്. 102 ഡിഗ്രി പനി. അങ്ങനെ അപ്പൂപ്പ മരിച്ചു. മരിച്ചു. അപ്പൊ അമ്മമ്മ? അപ്പൂപ്പന്റെ ഭാര്യ. അല്ല അമ്മമ്മ എന്ത് ചെയ്യുന്നു? അപ്പൂപ്പന്റെ ഭാര്യയായിട്ടിരിക്കുന്നു. അല്ല അമ്മമ്മക്ക് ഇതുപോലെ കഴിവ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, കഴിവുണ്ട്. എന്ത് കഴിവാണ്? അമ്മമ്മ ഈ താടിയില്ലേ, താടി, ആ. ഈ താടി തിരുനെറ്റിയിൽ മുട്ടിക്കും. ആർക്കും ഇല്ല കഴിവ്. കീഴ്ത്താടി തിരുനെറ്റിയിൽ. താടി തിരുനെറ്റിയിൽ മുട്ടിക്കും. അതെങ്ങനെയാണ്? ചിക്കൻ കഴിക്കുമ്പോ. ചിക്കൻ കഴിക്കുമ്പോ അതപ്പോ അമ്മമ്മക്ക് പല്ലില്ല. ഇങ്ങനെ തിന്നുമ്പോ ഇവിടെ ഒന്ന് മുട്ടും. അല്ലില്ല. പിന്നെ എനിക്ക് ബോറടിക്കുമ്പോ ഞാൻ ചിക്കൻ മേടിച്ചു കൊടുക്കും. എന്നിട്ട് അവിടെ പോയിരിക്കും ചിരിച്ചു ചാവാം. വളർത്തു മൃഗങ്ങൾ എന്തെങ്കിലും വളർത്തുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും സൂപ്പർ കഴിവ്? ഉണ്ട്. സൂപ്പർമാൻ, സൂപ്പർ ഡോഗ് ഉണ്ട്. അതുപോലെ എന്റെ കൂടെ ഒരുത്തണ്ടായിരുന്നു എന്റെ വീട്ടിലെ തത്ത. ഞങ്ങൾ വാടാ വീട്ടിൽ വാങ്ങണ ശരിയാക്കി തരാം. അനുസരണയില്ലേ തത്തയ്ക്ക്? കൂടെ പറക്കൂല്ലേ? എന്റെ കൂടെ പറന്നു വന്നെയാണ്. അപ്പൊ പോലീസുകാർ പറത്തി വിട്ട് ഡ്രോൺ കണ്ട്. ഡ്രോൺ. പുള്ളി ചെന്ന് ചോദിക്കോ എവിടെ പോണെന്ന്. അത് പിന്നെ മുമ്പോട്ട് പോയി. വീണ്ടും ചെന്ന് ചോദിക്കോ എന്താ മോളൂസേ മിണ്ടാത്ത ജാടയാണ്. അത് തത്ത ഇല്ല കേട്ടോ, തത്തയുടെ ഫിഗർ ചെയ്യുന്ന കോഴിയാന്ന് വന്നു. അല്ല ഈ സൂപ്പർ കഴിവ്, ഈ പവർ എപ്പോഴാണ് ലഭിച്ചത്? പവർ എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ. ജോലി ഇല്ലായിരുന്നോ? അല്ല നിങ്ങൾ കോമഡി മാസത്തിൽ എന്താ പ്രോഗ്രാം? അതുകൊണ്ടായിരുന്നു ഞാൻ പിന്നെ അവിടെ പോവില്ല. ഭയങ്കര പാട്. എന്ത് പ്രോഗ്രാമാണ് അവിടെ ചെയ്തത്? ഞാൻ അവിടെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തോണ്ടിരുന്നു. സ്റ്റാൻഡപ്പ് കോമഡി അത് എളുപ്പമല്ലേ? അത് അറിയാവുന്നവർക്ക് എളുപ്പം. എന്നിട്ട് ചെയ്താ പോരെ? പോരാ, എനിക്ക് ഷൂട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. അങ്ങനെ പിന്നെ നിന്ന് കാലിന്റെ ചിരട്ടയൊക്കെ തേയും. ഇനി അവര് ഞാൻ ഇനി അവര് സിറ്റപ്പ് കോമഡി തുടങ്ങുമ്പോൾ ഞാൻ പോകും. അത് നന്നായി. അതെ, പിന്നെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാർ, ആർട്ടിസ്റ്റുകൾ, അവിടെ സെലിബ്രിറ്റി ഗസ്റ്റ് ഒക്കെ ഇരിക്കുന്നത്? ഇല്ലില്ല, എല്ലാരും ഞാൻ കാണാറുണ്ട് ഇടയ്ക്കൊക്കെ. എങ്ങനെ കാണും? ഞാൻ ഈ പറന്നു പോകുമ്പോഴേ കൊച്ചകില്, ശ്രീവിദ്യ, അർജുൻ, അഖിൽ ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചിട്ട് നാട്ടുകാരെടുത്ത് ഏറി കയറ്റുമല്ലോ. എലീന പടികൾ അതിലുള്ള അത് സ്ഥിരമല്ല അവിടെ. അവർക്ക് എയറിൽ റൂം വരുണ്ട്. പിന്നെ ഈ ഇടയായിട്ട് വേറൊരാളാണ് എയറിൽ. അതാരാണ്? ശ്വേതാ മേനോൻ. ശ്വേതാ മേനോൻ അതെന്തിന്? മറ്റേ പ്രസിഡന്റ്. പ്രസിഡന്റോ പ്രസിഡന്റ്. ഇപ്പൊ മേളില് റെസിഡന്റ് വരെ ഉണ്ട്. പ്രസിഡന്റ് ഒരു കാര്യം ഞാൻ പറയാം. പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ, അവരെ പേരൊക്കെ അങ്ങനെ പറഞ്ഞ ഇഷ്ടപ്പെടുവോ? അയ്യോ, എനിക്ക് പറയാം, എനിക്ക് എന്തും പറയാം. കാര്യം ഞാൻ ഇന്ത്യയിലെ ഒരേ ഒരു സൂപ്പർ ഹീറോ അല്ലേ. ഇന്ത്യയിലെ ഒരേ ഒരു സൂപ്പർ ഹീറോ എന്ന് പറയാൻ പറ്റില്ല. കാരണം നേരത്തെ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഒരു സൂപ്പർ ഹീറോ ഉണ്ട്, ശക്തിമാൻ. അറിഞ്ഞില്ലേ? പുള്ളിക്ക് സുഖമില്ലെന്ന്. എന്ത് പറ്റി? ഇങ്ങനെ കറങ്ങിയല്ലേ പോന്നത്. ഈ തലയിറക്കോ ഛർദിൽ ഇയർ ബാലൻസിങ് പോയി. ഇപ്പൊ എവിടെയും കൊണ്ടുവരുത്തി ഇങ്ങനെ പോകും. ഇങ്ങനെ എന്നാലും ലോകത്തിലെ ഒരേ ഒരു സൂപ്പർ ഹീറോ നിങ്ങളാണെന്ന് പറയാൻ പറ്റത്തില്ല. ഞാനാണ്. ഇതിനു മുന്നേ വിദേശികളായ ഒരുപാട് സൂപ്പർ ഹീറോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ബാറ്റ്മാൻ, ഹീമാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ. അതൊക്കെ പണ്ടെന്ന്. ഇപ്പൊ അവരൊക്കെ മഞ്ഞ മനുഷ്യന്മാരാണ്. സാധാരണ പച്ച മനുഷ്യൻ എന്നാണ് പറയുന്നത്. ഇല്ല, പച്ച മനുഷ്യൻ ഒരാളെ ഉള്ളു, ഹൾക്ക്. ഇവരെങ്ങനെയാണ് സാധാരണ മനുഷ്യരെ മാറിയത്? മറ്റേ സ്പൈഡർമാൻ ഇല്ലേ, ഇത് കണ്ടോ? സ്പൈഡർ. അവന്റെ സ്പൈഡർ ഞാൻ പോക്കി. ഇപ്പൊ അവൻ വെറും മാൻ. ഇത് കണ്ടോ? ഇത് ബാറ്റ്. ബാറ്റ്മാന്റെ ബാറ്റ്. ബാറ്റ് ഞാനിഞ്ഞ് പോക്കി. ഇപ്പൊ അവനും വെറും മാൻ. ഇത് കണ്ടോ? എന്താണ് ഇരുമ്പ് കമ്പി? ഇത് അയൺമാന്റെ കമ്പി. ഞാനിഞ്ഞ് പോക്കി. ഇപ്പൊ അവനും വെറും മാൻ. എങ്ങനെ ഒപ്പിച്ചു? പിന്നെ എന്റെ പെങ്ങളെ കല്യാണത്തിന് ഇവരൊക്കെ വന്നായിരുന്നു. സൂപ്പർ ഹീറോസ് എല്ലാം കല്യാണത്തിന് വന്നോ? പിന്നെ അവരല്ലേ വന്ന് അവിടുത്തെ ജോലിയെല്ലാം ചെയ്തത്. എന്ത് ജോലിയാ ചെയ്തത്? ഹൾക്കാണ് വിറവ് കീറിയത്, തോറാണ് ചോറ് വെച്ചത്. അതല്ല ഈ തോറത്തിൽ തേങ്ങാപ്പാല് പിഴിഞ്ഞു തന്നായിരുന്നു. പിന്നെ ഫോട്ടോ, അയ്യോ പറയാതിരിക്കാൻ വയ്യോട്ടോ, കിട്ടില്ല ഫോട്ടോ ആയിരുന്നു. എന്തൊരു ക്വാളിറ്റി എന്നറിയാമോ? ആരായിരുന്നു ഫോട്ടോഗ്രാഫർ? ഫ്ലാഷ്. പിന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? പിന്നെന്ന് വെച്ചാല് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ രാവിലെ 6 മണിയായപ്പോ തന്നെ നല്ല തേച്ച് കുട്ടപ്പനാക്കി അയൺ ചെയ്ത് തന്നു. അതാരാണ്? അയൺമാൻ. ആയിട്ട് ഇറങ്ങിയ. പിന്നെ അവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും മറ്റേ സാധനമൊക്കെ ഉണ്ടായിരുന്നു. വെള്ളം. അതാരാണ് കൊടുത്തത്? അക്വാമാൻ. 27 മണിക്കൂർ വെള്ളത്തിലില്ലേ, പുള്ളി ആ കാര്യമൊക്കെ നോക്കിയ. പിന്നെ വേറൊരുത്തം ഉണ്ട്, അവൻ ഭയങ്കര രസമായിരുന്നു. അവനാണ് ഈ ഇലയൊക്കെ ആളുകൾ തിന്നിട്ട് പോകുമ്പോ എന്തൊരു സ്പീഡ് എന്നറിയാം നുള്ളി പറക്കുന്നത്. ഇങ്ങനെ 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 വലയെറിഞ്ഞ്. അത് തന്നെ. ഒരുപാട് നേരം അവനെ അവിടെ നിർത്തിയില്ല. ചിലപ്പോ വലയിട്ട് പെണ്ണുങ്ങളെ പിടി ഇടി എനിക്ക് കിട്ടും. പിന്നെ ഈ അക്വാമാന്റെ അടുത്ത് എനിക്കൊരു വിഷയമുണ്ട് കേട്ടോ. എന്റെ പേരെന്താണ്? അമ്പിളിക്കുട്ടൻ. പക്ഷെ ഈ അക്വാമാൻ അങ്ങനെ പറയൂല, ബിംബിളിക്കുട്ടൻ അങ്ങനെ പറയും. ഞാൻ വെള്ളത്തിൽ വെച്ചാണല്ലോ പുള്ളിയെ കണ്ടത്. അപ്പൊ എന്റെ പേര് വെച്ചപ്പോ എന്റെ വായന 2 കുമ്പളമായി. അവ അത് ഫോളോ ചെയ്തുകൊണ്ട് നടക്കുക. വേറെ ആരെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ വന്നായിരുന്നോ? വേറെ വന്നെന്ന് വെച്ചാലോ, ഇതെല്ലാം കഴിഞ്ഞപ്പോ ഒരു പെൺകുട്ടി വന്നു. പയ്യന്മാരൊക്കെ വണ്ടർ അടിച്ചു പോയി. ഏത് പെൺകുട്ടി? വണ്ടർ വുമൺ.
അപ്പൊ മണ്ഡപത്തിലും ഇതേ ജട്ടിയിട്ട് തന്നെയാണ് പുറത്ത് നിന്നത്? അതെങ്ങനെ നിൽക്കുന്നത്? നമ്മളെ പെങ്ങളെ കല്യാണം ആവുമ്പോ നമ്മൾ ഇത് ഇട്ടോണ്ട് പോയി അവിടെ നിൽക്കാൻ പറ്റുമോ? ഞാൻ മറ്റേ സാധനം മേടിച്ചായിരുന്നു. ഏത് സാധനം? എന്റെ ഇവിടം വരെയൊക്കെയുള്ള മറ്റേ ഇത് മർമാണി, ചക്രവാണി, ചക്രവാണിയാ? വാണി വിശ്വാസ്, വാണി വിശ്വാസാ? മറ്റേ ആകാശവാണി, ഷെർവാണി. അതിട്ടുണ്ട് നിന്ന്. നന്നായി. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വേറെ ഒന്നും ചോദിക്കില്ല. ആൾക്കാരൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ ജട്ടി പുറത്തിട്ട് വരാൻ നാണക്കേടില്ലേ? എന്റെ ധൈര്യമാണത്. എന്താണ് ധൈര്യം? ഞാൻ ഇവിടെ എല്ലായിടത്തും ചോദിക്കാം, നിങ്ങൾക്ക് എന്റെ അത്ര ധൈര്യം ഉണ്ടോ? ഈ ജട്ടിയും വെളിയിൽ ഇട്ടോണ്ട് റോഡിൽ കൂടെ നടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അത് ചിലപ്പോ ഇച്ചിരി പറ്റുന്നില്ല. പറ്റില്ല, പക്ഷെ എനിക്ക് പറ്റും. അതാണ് എന്റെ ധൈര്യം. ഇത് പുറത്തിട്ട് വന്നത് ഭയങ്കര മോശമല്ലേ? അതിപ്പോ മഴയല്ലേ, പറന്ന് കിടക്കുക മൊത്തം നനയും. ഉണങ്ങിയിട്ട് വേണ്ട എടുത്ത് അകത്തിടായി. നടക്കുമ്പോഴുള്ള പവറിന് വേണ്ടിട്ടാണോ? അല്ലല്ല, ഇത് ഭാര്യയുടെ ചുരിദാറിന്റെ ഷാള്. ഇത് ഉണങ്ങിയില്ല, അവളെടുത്ത് കെട്ടിയിട്ട് പറക്കല്ലേ ഉണങ്ങിക്കോട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം എത്ര പേര് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താറുണ്ട്? തച്ചിനിരുന്ന ഒരു 50 പേര് വരെ രക്ഷിക്കാം. 9 പേര്? പിന്നെ വല്ലാത്തൊരു കഴിവ്. താൻ പാതി ദൈവപാതി എന്നല്ലേ? ഞാൻ രക്ഷിക്കുന്ന ഈ പകുതി ആൾക്കാര്, പകുതി എന്ന് വെച്ചാൽ ഈ ദൈവാധീനമാണ്. ബാക്കി പകുതി അവരുടെ ഭാഗ്യം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സൂപ്പർ പവർ താങ്കൾക്ക് ലഭിച്ചു, അതെങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അത് മറ്റേ മിന്നൽ മുരളി ഇങ്ങനെ പോയി ഇങ്ങനെ കിട്ടിയപ്പോ പോയി ഭിത്തിയിൽ ഇടിച്ചു നോക്കി. ഭിത്തിയിലിടിച്ചു. അതുപോലെ ഞാനും ഭിത്തിയിൽ ഒരു ഒറ്റ ഇടി, 3 പൊളഞ്ഞു പോയി. ഭിത്തി അല്ല, കൈ. വീട്ടുകാരൊക്കെ എടുത്ത് ആശുപത്രി. അവിടുത്തെ ഡോക്ടർ മുടിഞ്ഞ ഇംഗ്ലീഷ് ഒന്നും വീട്ടുകാർക്കൊല്ലം അറിയാമോ? അയ്യോ. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു ഒപ്പിച്ച് കാര്യങ്ങളൊക്കെ. അങ്ങനെ പറഞ്ഞ് ഈ കയ്യില് 8 ചിച്ച്, 8 ചിച്ച് തുന്നിക്കെട്ട്. ഡോക്ടറിന് കൃത്യമായിട്ട് മനസ്സിലാക്കണം, നല്ല ഇംഗ്ലീഷാണ്. അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു ബെഡുമുളക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ എന്തിനാ ഭിത്തി ഇടിച്ച് പൊട്ടിക്കാൻ പോയത്? വേറെ പണിയില്ലേ മനുഷ്യ? അങ്ങനെ ഒരടി 16 ചിച്ച്. പിന്നെ അതിൽ നിന്നൊരു ഗോൾഡ് ഫിഷിനെയും കിട്ടി. ഇഷ്ടം കെടുത്താണ് അടിച്ചത്. അല്ല, ഈ പ്രത്യേക കഴിവുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ടേ നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്കെല്ലാം താല്പര്യമുണ്ട് എന്തൊക്കെയാണ് സൂപ്പർ പവർ എന്ന് അറിയാം. ഏതെങ്കിലും കുറച്ച് സൂപ്പർ പവർ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെ പലരും ഒളിച്ചു വെച്ചേക്കുന്ന സാധനം ഞാൻ പൊക്കി തരാം. അത് കൊള്ളാം, നമുക്ക് കാണണം താല്പര്യം ഇല്ലേ? ഒളിച്ചു വെച്ചേക്കുന്ന സാധനത്തെ ഇപ്പൊ പൊങ്ങും ഇവിടുന്ന്. ആരും കാണാതെ ഒളിച്ചു തടിക്കാൻ കൊണ്ടുവന്നാണ്. നാണം ഉണ്ടോടാ എനക്ക്? സൂപ്പർ ഹീറോ വേദിയിൽ വരുമെന്ന് അറിഞ്ഞില്ലല്ലേ? എന്താ വിചാരിച്ച്? അഖിൽ കപിൽ വരുന്നു. അവന്റെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന സാധനം ഇപ്പൊ പൊങ്ങി. ഇത് ഗ്യാസിന്റെ ഗുളിക. കാണും അവന്റെ 24 മണിക്കൂറും തീറ്റയാണ്. എവനാണ് കപിലൂർത്തെ റേഷൻ കടയുടെ മോഡൽ. ഇനി ചേച്ചി നോക്കിയോ? ചേച്ചി ഒരു സാധനം എടുക്കാൻ പോകും. ഒന്നും കണ്ടില്ലല്ലോ. ഒന്നും കണ്ടില്ല. വരുമല്ലോ. അയ്യോ, അത് എന്റെ മണിയല്ലേ? എന്റെ മണി എന്റെ അടുത്തുണ്ടല്ലോ. മണി അവിടെ ഉണ്ടല്ലോ. പിന്നെ എന്താണ്? നിങ്ങളൊന്ന് എണീച്ചേ, ഒന്ന് എണീച്ചേ, ഇങ്ങനെ നോക്കിയേ. ഓക്കെ, മനസ്സിലായി. ഞാൻ വെളിയിലെങ്കിലും വിടും. എന്റെ മണിയനാശാരേ, എന്റെ ശ്രീവിദ്യയുടെ കമ്മലാണ് ഞാൻ ഇതാണ്. കുട്ടി അഖിലിന്റെ അണ്ടർവെയർ നിങ്ങൾ പൊക്കി കൊണ്ടുപോയാൽ അങ്ങനെയല്ലേ വേണ്ടുള്ളൂ. ഇത് മിലിറ്ററിക്കാരുടെ 1-ാം തീയതി വാങ്ങിച്ചെടുത്ത് ആദ്യം തടങ്ങി എടുക്കട്ടെ. കട്ടൻ ചായ എന്നും കൂടെ പറ. അത് ഒരു കാര്യം, ഈ ആപത്തിൽപ്പെടുന്നവർ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഈ ആരെങ്കിലും അങ്ങനെ രക്ഷിക്കാൻ പോയപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ? എനിക്ക് ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. എന്ത് പ്രശ്നം? അതായത് ഒരു ദിവസം ഞാൻ ട്രെയിനിൽ ഈ ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയില്ല. അയ്യോ, ഞാൻ ട്രെയിൻ പിടിച്ചു നിർത്തി. നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ സൂപ്പർമാനൊക്കെ ഇങ്ങനെ ട്രെയിൻ പിടിച്ചു നിർത്തുന്നു. അതിന് ഒരുപാട് ശക്തി വേണം. വേണ്ട, ചങ്ങല വിളിച്ചാ മതി. പിന്നെയാണ് അബദ്ധം മനസ്സിലായത്. ആ സ്റ്റേഷനിൽ ആ ട്രെയിനിന് സ്റ്റോപ്പ് ഇല്ലായിരുന്നു. അതിന്റെ കേസ് ഡൽഹിയിൽ നടക്കുക. അതോടുകൂടി രക്ഷിക്കലൊക്കെ നിർത്തി. ആരും വിളിക്കാറില്ല. അയ്യോ, ആരും വിളിക്കാം. പിന്നെ ഈ ഇടയ്ക്ക് ആശുപത്രി വിളിച്ചു. എന്റെ പറഞ്ഞു എമർജൻസി ആയിട്ട് ആശുപത്രി വരണമെന്ന്. എന്നിട്ട് ഞാനൊന്നും നോക്കിയില്ല. രാത്രി തന്നെ കംപ്ലീറ്റ് ഇലക്ട്രോണിക് കടയിൽ കയറിയിട്ട് എമർജൻസി ലൈറ്റ് വരി ചാക്കിലിട്ടിട്ട് ആശുപത്രി ചെന്ന്. അയ്യോ, അപ്പൊ അവർ എന്നെ നോക്കി ഭയങ്കര ചിരി. എങ്ങനെ ചിരിക്കാതിരിക്കും? എമർജൻസി ആയിട്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് വരണമെന്നാണ്, അല്ലാതെ എമർജൻസി ലൈറ്റ് കൊണ്ട് വരണമെന്നല്ല. അങ്ങനെയാണ്. അതാണ് എല്ലാരും പറഞ്ഞപ്പോ ഞാനങ്ങ് ബ്ലിങ്കി പോയി. ചമ്മി പോയെന്ന്. ബ്ലിങ്ക് എന്ന് പറഞ്ഞാൽ മിന്നുക എന്നാണ് അർത്ഥം. ബ്ലിങ്ക് എന്ന് പറഞ്ഞാൽ മിന്നുക. അപ്പൊ മിന്നാമിന്നിക്ക് ബ്ലിങ്കാ ബ്ലിങ്കി എന്നാണ് പറയുന്നത്. അല്ല, ഈ സൂപ്പർ ഹീറോസ് ആണല്ലോ. ഫുഡൊക്കെ എങ്ങനെയാണ്?
സാധാരണ നിങ്ങളെ നാട്ടിലെ പോലെ തന്നെ പുട്ടുകുറ്റിന്ന് കുത്തിയിടും. അത് പുട്ട്. ഞാൻ പിന്നെ കുഴക്കട്ടെ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആഹാര രീതിക്ക് എങ്ങനെയാണെന്ന്? ആഹാര രീതി എന്ന് വെച്ചാൽ ഞങ്ങൾ സൂപ്പർ ഹീറോസ് അല്ലേ, ഞങ്ങൾ സൂപ്പർ ഫുഡേ കഴിക്കും. ആഹാ. രാവിലെ തന്നെ നല്ല സൂപ്പർ പഴങ്ങഞ്ഞി, നല്ല തൈരും കട്ട മറ്റേ ഇതുണ്ടല്ലേ ചീനിയൊക്കെ ഇട്ട് ഇളക്കി ലാമ്പി ഒരടിയാണ്. പഴങ്കഞ്ഞി സൂപ്പർ അല്ലേ? വിശക്കുന്നു അല്ലേ, മേടിച്ചതാ. അത് ഓക്കെ, മനസ്സിലായി. അപ്പം അപകടത്തിൽപ്പെടുന്നവർ രക്ഷിക്കും. അതിനുശേഷം വേറെ ഏതെങ്കിലും അപകടത്തിൽപ്പെടുന്നവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? അതൊരു പ്രത്യേകതര കഴിവാണ്. അതായത് ഈ കോളേജിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് പെമ്പിള്ളേരൊക്കെ പയ്യന്മാരോട് കറങ്ങാൻ പോകും. അങ്ങനെ ഇടയ്ക്ക് നടക്കാറുണ്ട്. ഞാൻ അവളുമാരെയൊക്കെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കും. അതാണ് ആ കഴിവ്. അല്ല, അത് അസൂയാണ്. പറയുന്ന പേര് വേറെയാണ്, ക്രിമികടി. നിങ്ങൾ ഈ ആരും പ്രേമിച്ചില്ലാത്തോണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഉപദ്രവങ്ങളൊക്കെ ചെയ്യുന്നു. ആര് പറഞ്ഞു പ്രേമിച്ചിട്ടില്ലെന്ന്? ഉണ്ടോ? എനിക്കൊരു പ്രേമമൊക്കെ ഉണ്ടായിരുന്നു. അവളിപ്പം ചൊവ്വേല. അന്യഗ്രഹ ജീവിയാണോ? അല്ല, അനുഗ്രഹ ജീവി. അല്ല, ചൊവ്വ ഗ്രഹത്തിലെന്ന് പറഞ്ഞു. ഗ്രഹത്തിലല്ലെന്ന്, കണ്ണൂരുള്ള ചൊവ്വയിൽ. കാമുകിയെ കാണാൻ പോകാറുണ്ടോ? ഇടയ്ക്കൊക്കെ കാണാൻ പോകും. ആണല്ലേ? ഇപ്പൊ പോകത്തില്ല. അവളെ ഭർത്താവ് ലീവിന് വന്നു. മാത്രമല്ല അവരൊരു പട്ടിയെ മേടിച്ചു. പട്ടിയെ? ഏത് പട്ടി? മറ്റേ പ്രമോദിന്റെ അനിയൻ. അതേത് പട്ടി? മറ്റേ ഇങ്ങനെ ജടയൊക്കെ ഉള്ള പ്രമോദിന്റെ അനിയൻ. അതെ, പിന്നെ ഒരുപാട് കഴിവുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്തെങ്കിലും കഴിവ് ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പറക്കാൻ പറ്റുമോ? എന്താ? ഞങ്ങളുടെ മുന്നിൽ പറക്കാൻ പറ്റുമോ? പിന്നെന്താ, പറക്കാമല്ലോ. ഒരു മിനിറ്റ്. നമ്മുടെ ചാനലിന്റെ എക്സ്ക്ലൂസീവ് ആണ്. ഇതാ സൂപ്പർമോൻ അമ്പിളിക്കുട്ടൻ നമ്മുടെ ചാനലിലൂടെ പറക്കുന്നു. അയ്യോ സൂപ്പർമോൻ പറക്കുന്നു. മുകളിലോട്ട് പറന്നു കാണിക്കാൻ അങ്ങനൊന്നും പറ്റിയ നിങ്ങൾ പറയുമ്പോ പറക്കാൻ നോക്കൂല. ഇതിനൊക്കെ ഞങ്ങൾക്ക് ഓരോ രീതികളുണ്ട്. എങ്ങനെ രീതി? ഞങ്ങളെ ഇത് പോയിരിക്കുക, ചാർജ് പോയിരിക്കുക. ചാർജ് എങ്ങനെ ആവും? ഇനി മിന്നൽ വരണം. മിന്നലൊന്ന് ചാർജ് ആവണം. നമ്മൾ വിളിച്ച മിന്നൽ വരുമോ? നിങ്ങൾ വിളിച്ചാൽ വരത്തില്ല. ഞങ്ങൾ സൂപ്പർ ഹീറോസ് ഈ മനസ്സും ശരീരവും എല്ലാം അർപ്പിച്ച് ധ്യാനം ചെയ്ത് പഴയ ഒരു ശ്ലോകം ചൊല്ലണം. അപ്പോഴേ മിന്നൽ വരുള്ളൂ. ആ ശ്ലോകം ഒന്ന് ചൊല്ലാമോ നമ്മുടെ ചാനലിലൂടെ? ധ്യാനിച്ചോട്ടെ. ഒരു സെക്കൻഡ്, ഞാനിവിടെ. മിന്നലേ മിന്നലേ താഴെ വരൂ. ഇനി പറഞ്ഞു കാണിക്കോ? ഇനി പറഞ്ഞു കാണിക്കോ? ഇപ്പൊ കാണിച്ചു തരാം, നോക്കിക്കോ. പൊങ്ങിയില്ല. ഞാനും നോക്കുന്നേ. മുകളിലോട്ട് പോകും. ഇവിടെ തന്നെ ഉണ്ട്. പൊങ്ങാട്ടെ. ചാർജ് ആയല്ല? ചാർജ് ആയിരുന്നല്ലോ. നേരത്തെ നന്നായിട്ടല്ലേ പറഞ്ഞു വന്നത്? നന്നായിട്ട് പറഞ്ഞു. ഇങ്ങനെ. അയ്യോ അയ്യോ, മാറിപ്പോയി. മിന്നലടിച്ച് അവൻ പോയി. അപ്പൊ എന്റെ കഴിവെല്ലാം പോയാ. ഞാനിനി എങ്ങനെ ജീവിക്കും? നമസ്കാരം. മറ്റൊരു സൂപ്പർ ഹീറോയുടെ മറ്റൊരു കഥയുമായി പ്രീക്കി ചാനൽ നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ സൈൻ ഓഫ്. നിങ്ങളുടെ സ്വന്തം സൂപ്പർ മോനെ, ഒരു കഴിവുമില്ലാത്ത വെറും അമ്പിളിക്കുട്ടൻ. വെരി ഗുഡ്. Cutie the hand wash presents Comedy Masters, powered by Amrithaveni Lice Kit, co-powered by Rajkumari Group. അപ്പൊ എന്താണ് പരിപാടി? അഖിൽ പറയൂ. അതായത് നമ്മുടെ പുറകിലിരിക്കുന്നത് വടക്കുന്ന് വന്ന ആൾക്കാരാണ്, മുന്നിലിരിക്കുന്ന നമ്മൾ തെക്കേക്കരയും. അതുകൊണ്ട് വടക്കുന്നും തെക്കുന്നും അല്ലാതെ മധ്യ കേരളത്തിൽ നിന്ന് ഒരു ടീമിനെ ഇറക്കാനാണ് പ്ലാൻ. എങ്ങനെയുണ്ട് ആ പ്ലാനിൽ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കുഴപ്പമില്ല, ഞങ്ങളെല്ലാവരും മധ്യ കേരളത്തിലെ ആൾക്കാരായതുകൊണ്ട് അങ്ങനെ മധ്യ കേരളത്തിൽ നിന്നുള്ള 3 ചുണക്കുട്ടികളാണ് തെക്കേക്കരയ്ക്ക് വേണ്ടിയിട്ട് ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ഷെജീർ, വിഷ്ണുപ്രിയ ആൻഡ് റെനെ. ചേച്ചി, ആ മധ്യ കേരളത്തിന് വേണ്ടി ആ ബാറ്ററി ഓണാക്കി കൊടുക്കോ? ഏത് കേരളമായാ മതി, ബാറ്ററി ഓണാ. ശുഭം. ഈ മധ്യത്തിൽ നിന്ന് ഞാൻ മാറി കൊടുക്കാം. അതെ. സുമിത്രേ, മോളെ സുമിത്രേ. എന്താ മുകുന്ദ മാമ? ഇപ്പൊ നമ്മുടെ പേരും ഞാൻ ആരാണെന്നുള്ളത് രജിസ്റ്റർ ആയി. എന്താന്ന്? എടി, ഇപ്പൊ നമ്മുടെ പേരും ഞാൻ ആരാണെന്നുള്ളത് രജിസ്റ്റർ ആയി. അത് ഇപ്പഴാ രജിസ്റ്റർ ആയത്. എന്താ മാമ വിളിച്ചേ? അതെ, ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. എനിക്കിപ്പോ കല്യാണം വേണ്ട. എന്നാ വേണ്ട കോപ്പ. മനുഷ്യനാണ് മാമ. സാധാരണ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ പെൺപിള്ളേർ അടിക്കുന്ന ഡയലോഗ് അല്ലേ ഞാൻ അടിച്ച? നിർബന്ധിക്കും മാമ. പറയണ്ടേ മോളെ, നീ ഒരു കല്യാണം കഴിക്കും. എനിക്കിപ്പോ കല്യാണം വേണ്ട. എടി, ഞാൻ നിർബന്ധിച്ച് നീ കല്യാണം കഴിക്ക്. എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് മാമൻ എന്താ ഇത്ര നിർബന്ധം? മോളെ, നീ ഒന്ന് കല്യാണം കഴിച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. ശരിയാ, എന്റെ അച്ഛൻ പോയതിനു ശേഷം എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന എന്റെ മാമനാ. ഇവളുടെ വർത്താനം കേട്ട് അതൊന്നും അച്ഛൻ ചത്തുപോയെന്ന്. ഒന്നുമില്ല, പെണ്ണ് കാണാൻ ആള് വന്നെന്ന് പറഞ്ഞപ്പോഴേ ബിവറേജിൽ നിന്ന് കുപ്പി എടുക്കാൻ പോയേക്കും.
പറഞ്ഞു വിട്ടത് എന്തിനാ പറഞ്ഞു വിട്ടേന്നാ എനിക്ക് കഴിഞ്ഞ ദിവസം നിനക്കൊണ്ട് ഒരു ആലോചന വന്നാ അന്ന് രാവിലെ പുള്ളി അടിച്ച് ഫിറ്റ് ആയിട്ട് ഒരു ചുവപ്പ് ജട്ടി വിട്ട് നമ്മുടെ വീടിന്റെ വാതിക്ക് വന്ന് ഇങ്ങനെ കിടക്കണം. ഇത് കണ്ടിട്ടാ വന്നവരെന്താ പറഞ്ഞെന്നറിയോ? സൂപ്പർമാന്റെ മോളെ ഞങ്ങൾക്ക് വേണ്ട, അതുകൊണ്ടാ ഞാൻ ഒഴിവാക്കി വിട്ടത്. ശരി, ഞാൻ കല്യാണമൊക്കെ കഴിക്കാം, പക്ഷെ ഞാൻ കെട്ടാൻ പോണ ആളെ പറ്റി എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. എന്താ നിന്റെ ഡിമാൻഡ്സ്? എന്റെ കൂടെ കൊളാബ് ചെയ്യണ ആളായിരിക്കണം. നീ കണ്ട ആളുകളുടെ ഒക്കെ കൊളാബ് ചെയ്ത് അത് കൊളാബ്രിക്കേഷൻ ഈ നാട്ടുകാർ മൊത്തം അറിഞ്ഞോണ്ടാ ഈ നാട്ടിൽ നിനക്ക് കല്യാണം വരാത്തത്. അതല്ല ഞാൻ പറഞ്ഞത്, കല്യാണം കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം. എന്ന് വെച്ചാ ഒരു കൊടക്കീഴിലിരിക്കാൻ പറ്റിയ ആളെ. അതൊക്കെ നമുക്ക് സെറ്റാക്കാം, കുഴപ്പമില്ല. ബ്രോക്കർ വിളിക്കുന്നുണ്ട്, ഒരു മിനിറ്റ്. ഹലോ, ഓക്കെ ഓക്കെ. പ്രശ്നോ? ഓ അങ്ങനെ. എടി എന്നെ കെട്ടാവനവനെ നല്ല കാശുകാരനാന്ന് പറഞ്ഞു, നല്ല സ്വഭാവമാണെന്ന്. ഇതിന് പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതെന്താന്ന് പറഞ്ഞില്ല, സസ്പെൻസ് ആണ്. അയ്യോ ബംഗാളി. नमस्कार मഴക്കാർ नहीं है नमस्कार നമസ്കാരം. चौकरी को देखने के लिए चौकरी नहीं है चौकरी ഞാൻ പെണ്ണ് കാണാൻ വന്ന ചേട്ടാ. ആണോ? പിന്നെ ആണല്ലാണ്ട് പിന്നെ പെണ്ണ് പെണ്ണിനാണ് വിളിച്ച ചേട്ടാ. എടിയേ, ആ ബ്രോക്കർ ഒരു പ്രശ്നത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ പ്രശ്നമാണ് നിൽക്കുന്നത്. കാണാൻ വന്ന പങ്കാളി. ഇത് പങ്കാളിയല്ല, ബംഗാളിയല്ലേ. എനിക്ക് വേണ്ട ബംഗാളി. എടി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എടി കേരളത്തിന്റെ എത്ര ആലോചനകൾ നിനക്ക് വന്ന് വല്ലതും നടന്നാ? ഇല്ലല്ല. എടി മലയാളി എടുക്കാത്തത് ബംഗാളി എടുക്കും. തൂക്കാനോ? തൂക്കോനെ നിങ്ങൾ ആരാ? ഞാനോ? ഞാൻ ഇവളുടെ മാമൻ. ഓ മാമാ. മാമയല്ല, മാമൻ. മാമൻ അച്ഛനല്ല, മാമൻ. മാമൻ. ബംഗാളി മോനെ, നീ കാണാൻ വന്ന പെണ്ണാണ് ഈ നിക്കണത്. ഹായ് ചോക്രി. ചോക്രി മീനി. എടി ചോക്രി എന്ന് പറഞ്ഞ സുന്ദരി ചെറുപ്പക്കാരി. ഞാൻ ചോക്രിയായിരുന്നു. അമ്മയുടെ അതേ ചോക്രി എനിക്ക് ചോക്രി എന്നാവൻ പറഞ്ഞല്ല, ചൊറിയുന്നല്ല. സുമിത്ര. ഓ എടി ബംഗാളി ആണെങ്കിലേ പരിസരം മുഴുവൻ അന്വേഷിച്ചിട്ടാട്ടോ വന്നേ. എന്ത്? നിന്റെ പേര് പറഞ്ഞിട്ടില്ല, സുമിത്താറാന്ന്. നാം ക്യാ ഹേ? മുകുന്ദൻ. മുകുന്ദൻ. അങ്ങനെയല്ല, മുകുന്ദൻ. മുകുന്ദൻ. നീ മുക്കൂന്ന് വിളിച്ചാ മതി. ഒന്നും വിളിക്കണ്ട. അച്ഛനല്ല, മാമൻ. എന്റെ പൊന്നു മോനെ, വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ അച്ഛനുണ്ട് സേട്ടാ, അമ്മയുണ്ട് സേട്ടാ, സഹോദരങ്ങളുടെ സേട്ടാ, എല്ലാരും ഉണ്ട് സേട്ടാ. പാട്ടല്ല സേട്ടാ, ഞാൻ വീട്ടിലെ ആൾക്കാരുടെ കാര്യം പറഞ്ഞ. പേരക്ക പച്ച നിറത്തിൽ ഇങ്ങനെ ഉരുണ്ടിരിക്കും ചേട്ടാ. പേരക്കയല്ല, എന്റെ വീട്ടിലുള്ളവരുടെ പേരെന്താന്ന്? എന്റെ അച്ഛൻ ബോംബെയിൽ ഒരു ഷെട്ടിയായിരുന്നു ചേട്ടാ. എന്റെ അമ്മ ബംഗാളിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചപ്പോ എന്റെ അമ്മയും ഷെട്ടിയായി. അച്ഛൻ വർമ്മ ഷെട്ടി, അമ്മ മാന്യ ഷെട്ടി, സഹോദരങ്ങൾ രാജു ഷെട്ടി, മുത്തു ഷെട്ടി. അപ്പൊ മോനോ? എനിക്ക് മാത്രം ഷെട്ടിയില്ല ചേട്ടാ. മാമനും അതല്ല ചേട്ടാ, ഞങ്ങൾ ഷെട്ടി ഫാമിലി ചേട്ടാ. ആണോ? ഈ മോളെ നിന്റെ ഭാഗ്യോട്ടാ, ഇവന്റെ കല്യാണം കഴിഞ്ഞില്ലേ, നീ വലതുകാരെടുത്ത് വെക്കുന്നത് ഷെട്ടി കുടുംബത്തിലേക്കാ. പിന്നെ നീ ആരാ? ഈ സുമിത്ര ഷെട്ടി, ഞാൻ മുകുന്ദൻ ഷെട്ടി, നിന്റെ അച്ഛൻ മോഹൻ ഷെട്ടി, നിനക്കുണ്ടാകുന്ന 2 കുട്ടി ഷെട്ടി. ഈ കുട്ടി ഷെട്ടികളുടെ കയ്യിൽ പിടിച്ച് ഈ സ്കൂളിലേക്ക് ഇങ്ങനെ കൊണ്ടാക്കാൻ പോകുന്ന കണ്ടിട്ട് വേണം ഈ മുകുന്ദൻ ഷെട്ടിക്ക് കണ്ണടക്കാൻ. കല്യാണം കഴിഞ്ഞിട്ട് ബോൾത്തിയാ മതി, ഇപ്പൊ ബോൾത്തണ്ട, അല്ലെങ്കിൽ ഞാൻ വെറും ബോലനായി പോകും. സംസാരിക്കുന്ന ചേട്ടാ പറഞ്ഞു. നിങ്ങൾക്ക് സംസാരിക്കണം. അന്നാ ബോലിക്കോ. കുറ്റി കുറ്റി കാര്യം പറയാനുണ്ട്. പറയൂ. എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. പ്രേമം? പ്യാർ മുഹബത്ത് കാതൽ. വരുൺ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടി രാത്രി വന്ന്, അപ്പൊ എന്റെ അമ്മ പൊക്കി, എന്റെ അമ്മ തലക്കടിച്ച് കൊന്ന്, എന്നിട്ട് അച്ഛൻ കൊണ്ട് കുഴിച്ചിട്ടെന്നൊക്കെ കേക്കണത്. അച്ഛന്റെ പേര് ജോർജ് കുട്ടി എന്നാണോ? ഞാൻ കണ്ടിട്ടാ. ഓ എന്റെ ദൈവം, എന്റെ കഷ്ടകാലത്തിന് മലയാള സിനിമയ്ക്ക് ഇപ്പൊ ബംഗാളിയാണല്ലോ കാണുന്നത്. പാൻ ഇന്ത്യൻ സിനിമ, ഞാൻ മോഹൻലാൽ ഫാനേ. ഒരു പാട്ട് പാടട്ടെ? പാട്ടൊക്കെ പാട്. മലയാളം പാട്ട് പാടി ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലാ ഞാൻ. മലയാളം പാട്ടാ? അന്നത് കേൾക്കണല്ലോ. കളസൂരി മണക്കണല്ലോ. കളസൂരി മണക്കണം. സോറി, ചട്ടൂരി മണക്കണ. വേണ്ട, ഹിന്ദി പാട്ട് വല്ലതും പാടിയ. വേറെ പാട്ടുണ്ട് എന്റെ. അന്ന് പാട്. കഹോന പ്യാർ ഹേ, കഹോന പ്യാർ ഹേ, ദിൽ മേരാ ബഹ്ബാർ ഹേ, ചൽ ജാർ ഹേ, അനുജ സാർ ഹേ, കഹോന പ്യാർ ഹേ, കഹോന പ്യാർ ഹേ.
അയ്യോ ഇതെന്താണ് മാമ റെയിൽവേ സ്റ്റേഷനാ? അതെ മോനെ കുട്ടാ, നിനക്ക് വലിയ ഇഷ്ടമായ? എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു ചേട്ടാ. ആ. ഇനി ഈ കൊച്ചി എന്നെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ. എറണാകുളം സിറ്റിയിലെ ഏതെങ്കിലും ഒരു മൂലയിൽ ഞാൻ ഒരു കുടക്കയിൽ ഇരിപ്പുണ്ടാവും. എന്താന്ന്? എടി റോഡ് സൈഡിൽ കൊടക്കയിൽ ബംഗാളിൽ നിന്ന് മുറുക്കാൻ വിൽക്കൂലേ? അതാണ് അവൻ പറഞ്ഞത്. നീ നേരത്തെ ഒരു ഡിമാൻഡ് പറഞ്ഞായിരുന്നു. അതെന്നെ സ്നേഹിച്ച ഒരു കൊടക്കിഴി നോക്കണ ആ ആളായിരിക്കും. നീ കല്യാണം കഴിച്ചിട്ട് അവന്റെ കൊട്ടയുടെ അടിയിലോട്ട് കയറി കൊടുത്താൽ മതി, ആ ആഗ്രഹം തീർക്കും. അല്ല മോളെ, നിനക്ക് അവന് ഇഷ്ടായ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലെന്നാ? ഇല്ല. എടി അവൻ ചില്ലറക്കാരൊന്നും അല്ല. ചില്ലറ നോട്ടാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എടി അവന് പെരുമ്പാവൂര് 3 നിലയിലെ മുറുക്കാൻ കടയുണ്ടെന്ന്. പെരുമ്പാമ്പിന് 3 തലയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അതല്ല, പെരുമ്പാവൂര് മുറുക്കാൻ കടയുണ്ട്. അത് മാത്രമല്ല, ആലുവയിൽ ഒരു ജൗളിക്കടയുണ്ട്. തുണിക്കടേ? ആ. ഈ പുള്ളിക്കാ? ആ. കുറ്റി എന്ത് ചെയ്യുന്നു? ഞാൻ തൊഴിലുറപ്പ് നോക്കണ്ട്. അങ്ങനെ ഉറപ്പില്ലാത്ത തൊഴിൽ നോക്കട്ടെ. ഉറപ്പുള്ള തൊഴിൽ ഞാൻ തരാം. ഡെയിലി 800 രൂപ തരാം. പറ്റോ? ഡെയിലി 800 രൂപ ഇട്ട് നമുക്ക് അങ്ങ് ഉറപ്പിക്കാം. അതെ, രണ്ടുപേർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. കിടക്കാം. ഇവളുടെ നാള് മൂലം, മോന്റെയോ? ഞങ്ങളുടെ നാട്ടിൽ മൂലല്ലേ ചേട്ടാ. മൂലം ഇല്ലാത്ത നാടോ? വെറുതെ അല്ല അവിടെ ശൗചാലയം ഇല്ലാത്തല്ലേ? അതല്ല ചേട്ടാ, ഞങ്ങളുടെ നാട്ടിൽ ഈ 4 മൂലൊന്നും ഇല്ല. ഇഷ്ടപ്പെട്ട ഞാൻ അപ്പൊ കെട്ടി ചേട്ടാ. അത്രേ ഉള്ളൂ ചേട്ടാ. 1 2 3 4 5 6 7 8. ഡേറ്റ് നോക്കണ? ഡേറ്റ് നോക്കിയല്ലേ ചേട്ടാ. കല്യാണം കണ്ടിട്ട് ഞങ്ങൾക്ക് എത്ര കുട്ടികളാണെന്ന് എണ്ണി നോക്കിയ ചേട്ടാ. ആട്ട അവള് കേക്കണ്ട, നല്ല ആട്ടാട്ട് കേട്ടോ. നോക്കിയ മെട്രോ പിള്ളേർ പിള്ളേരെ എന്നോട് ഏ, വായ്. നമുക്ക് രണ്ടുപേർ കൂടി ഏക്ക് ഷട്ടി മതി. അതല്ല, ഒരു ആൺഷീറ്റി. അതെ ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോ ചേട്ടാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആദ്യരാത്രി ഉണ്ടോ ചേട്ടാ? ഞങ്ങളുണ്ടോ? രാത്രി ഉണ്ട്. ഓ, അവരുടെ നാട്ടിൽ ആദ്യരാത്രിയിലെ രക്ഷപ്പെട്ട് അവിടെ അത് മാത്രമേ ഉള്ളൂ, സ്ഥിരമായിട്ട്. ചേട്ടാ അതങ്ങനെ ബംഗാളി ഒരു നേരത്തും വെറുതെ ഇരിക്കൂല. അതെ, കല്യാണം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞങ്ങളുടെ വക പപ്പടം, പഴം, പായസം, കുട്ടികളെ സദ്യയാണ്. ചേട്ടാ പപ്പടം വേണ്ട ചേട്ടാ. എന്താണ്? കേരളത്തിലെ കല്യാണ വീട്ടിൽ പപ്പടം വെച്ച് അപ്പാടി ഉണ്ടാവും ചേട്ടാ. അന്ന് പപ്പടം വേണ്ട. അത് വേണ്ട ചേട്ടാ. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊന്നുമല്ല ചേട്ടാ. ഞങ്ങളുടെ നാട്ടിൽ ചപ്പാത്തി ഉണ്ട്, ഉരുളൻകിഴങ്ങിന്റെ കറി ഉണ്ട്, പരിപ്പ് വെച്ചോണ്ട് ആൾക്കറി. അപ്പൊ നമ്മുടെ കല്യാണത്തിന് പാർട്ടി പൂപ്പ് വേണ്ടട്ടാ. അതെന്താ? പൊട്ടിക്കാനുള്ള വകുപ്പ് അവര് വരുമ്പോ തന്നെ വിളമ്പി കൊടുക്കണ്ടല്ലോ. എങ്ങാനും എന്തെങ്കിലും ശബ്ദം കേട്ടാ കല്യാണത്തിന് മാമൻ DJ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അതെ ചേട്ടാ, ആ. ഇതുപോലെ 2 മാമൻ എന്റെ വീട്ടിലുണ്ടായിരുന്നു. അണ്ടമാമനാ? ഒട്ടമാമൻ. ഒട്ടമാമനാ, വെറുതെ തെറ്റിദ്ധരിച്ച്. എന്നിട്ട് ആളെന്തേ? മാമനെ പ്രകൃതിയെ സ്നേഹിച്ച കുറ്റത്തിന് തല്ലിക്കൊന്നു. പ്രകൃതിയെ സ്നേഹിച്ച കുട്ടി തല്ലിക്കൊല്ലേ? പിന്നെ അപ്പുറത്തെ വീട്ടിലെ പ്രകൃതി ഷെട്ടി എന്ന് പറഞ്ഞ പെണ്ണിനെ സ്നേഹിച്ചാൽ അവളെ ഭർത്താവ് തല്ലിക്കൊല്ലേ. എങ്ങനെ കൊന്നാ? അമ്മാവൻ എങ്ങനെ കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മാവനെ മലർത്തി കിടത്തി പൊക്കിളിലേക്ക് ഗോതമ്പിട്ടിട്ട് ഒലക്ക കൊണ്ട് ഇടിച്ച് പൊടി ഉണ്ടാക്കി, ആ പൊടി കൊണ്ട് പുട്ടുണ്ടാക്കി, ആ പുട്ട് അമ്മാവന്റെ അണ്ണാക്കിൽ തള്ളിക്കേറ്റിട്ട് ശ്വാസം മുട്ടിച്ച കൊന്നത്. ഇതൊരു മാതിരി ശ്രീവിദ്യയുടെ ഭർത്താവിന്റെ വ്ലോഗ് പോലെ. റേഷൻ കടയിൽ ഗോതമ്പ് പിടിച്ച പിന്നെ മറന്നു മാമ. നന്നായി. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് മോന്റെ വീട്ടിൽ നിന്ന് കാരണന്മാരൊക്കെ വന്ന് കുട്ടിയെ ഒന്ന് കാണട്ടെ. വേണ്ട ചേട്ടാ, ഞാൻ കണ്ടിഷ്ടപ്പെട്ടല്ലോ ചേട്ടാ. അങ്ങനെയല്ല, നാട്ടുകിടപ്പതാണ്, കാരണന്മാര് വന്ന് കുട്ടിയെ കാണണം. നാട്ടുകാർ വീട്ടുകാരൊന്നും വേണ്ട ചേട്ടാ, ഞാൻ കണ്ടിഷ്ടപ്പെട്ടില്ല അല്ല, ചേട്ടാ. അച്ഛനും അമ്മയൊക്കെ വന്നൊന്ന് കണ്ടാലല്ലേ? അങ്ങനെ അവരെ വന്ന് കാണണമെങ്കിൽ 6 മാസം പിടിക്കും. 6 മാസം ഒന്നും പറ്റില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് കല്യാണം നടത്തണം. 6 മാസം കഴിഞ്ഞാലേ കാണാൻ പറ്റൂ ചേട്ടാ. അതെന്താണ് 6 മാസത്തേക്ക് വെച്ചേക്കണ? വേറൊന്നല്ല, ഓപ്പറേഷൻ തൂഫാൻ കാരണം വീട്ടുകാരെ മൊത്തം പോലീസ് പിടിച്ചു. ഷെട്ടി ഫാമിലി മൊത്തം ജയിലിൽ ഷെട്ടിപ്പുറത്ത് നിൽക്കുക. അതാ ഞാൻ പറഞ്ഞ 6 മാസം കഴിഞ്ഞ് നടക്കുന്ന. എടാ ബംഗാളി, ബംഗാളിന്ന് തന്നെയാണോ? അതെന്നെ വിളിച്ചത്. അച്ഛാ. നീ അപ്പൊ ഞങ്ങളെ തൂഫാനാക്കണായിരുന്നല്ലേ? വെറും തൂഫാൻ നഹീ ഹേ, ഓപ്പറേഷൻ തൂഫാൻ. ഇതിലെന്തായാലും തെക്കേക്കരയ്ക്ക് ഒരു നല്ല താങ്ക്സ്. നല്ലൊരു ക്ലിയർ സ്കിറ്റ്, നല്ല രസമായിട്ട് കാണാൻ സാധിച്ചു. പിന്നെ 1-2 സീക്വൻസ് ഭയങ്കര ഇഷ്ടമായിട്ട് വെച്ചാൽ ഷെഡ്ഡി ഫാമിലിയിൽ തുടങ്ങൂലേ, അത് കഴിഞ്ഞിട്ട് അമ്മാവൻ പറയല്ലേ, എന്നിട്ട് വേണം ഈ അമ്മാവൻ ഷെഡ്ഡിക്ക് കണ്ണടക്കി. ആ സീക്വൻസ് തന്നെ ക്ലിയർ, സൂപ്പർ, നല്ല രസമായിരുന്നു. എനിക്ക് മറ്റേ കൗണ്ടർ നല്ല ഇഷ്ടമായി. പിള്ളേരുടെ എണ്ണ എടുത്തപ്പോൾ പറഞ്ഞില്ലേ, മറ്റേ മെട്രോ പില്ലറിന്റെ എണ്ണ എടുക്കുന്ന പോലെ, അത് നല്ലായിരുന്നു. ശശി ആ ഒരു ക്യാരക്ടർ പിടിച്ചു വെച്ചില്ലേ, സ്റ്റാർട്ട് ടു എൻഡ്. എവിടെയും മലയാളം ആക്സെന്റോ അങ്ങനെ ഒന്നും വന്നില്ല. ദാറ്റ് ഇസ് സൂപ്പർ. നമ്മളൊരു ആക്സെന്റ് ഇത് ഫ്ലോ ആണ്, ഇത് ഒരു ടേക്ക് ഓർ റീടേക്ക് അല്ലല്ലോ. ഫുൾ സ്കിറ്റ് നമ്മളല്ലേ, ആ ക്യാരക്ടർ പിടിക്കുക, ആ ആക്സെന്റ് പിടിക്കുക, ആ ഒരു ഫ്ലോ ഓഫ് മറ്റേ എന്താ പറയാ ബംഗാളി എന്താ പറയാ മലയാളം പറയാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. സൂപ്പർ, നന്നായിരുന്നു. ചേച്ചി ഈ ക്യാരക്ടർ ഏതെന്നറിയോ? നമ്മുടെ ഈ അപ്പുറത്ത് ലോട്ടറി കട ഇട്ടേക്കണ ബംഗാളിയാണിത്. അവനെ 3 ദിവസം കൊണ്ട് തൂഫാനിൽ കൊണ്ടുപോയി. ലോട്ടറി കട ഒരു മറവായിരുന്നു, ഇത് വേറെ വിറ്റോണ്ടിരുന്ന. ആയിരുന്നു ഇങ്ങനെ അങ്ങ് നിന്നല്ലേ. ആ പുള്ളിയുടെ ചിരിയൊക്കെ ഉണ്ട് എന്നൊക്കെ പല്ല് കാണിച്ചേ, പല്ല് മറ്റേ സാധനം ഉണ്ടല്ലോ. ആ ചിരി വന്നിട്ടേക്കാ. ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടുന്നായിരുന്നു ചിരി. എനിക്ക് പല കൗണ്ടറും എനിക്ക് കേൾക്കാൻ പറ്റില്ല, അമ്മാതിരി ചിരിയായിരുന്നു ഈ കൊച്ചു. അതായിരിക്കുന്ന ഒരു ഷജീർ ഫാൻ. അവരുടെ അടുത്ത് ചോദിക്കാൻ. അതെ അതെ അതെ. ഹരിത. ഹരിത, ഇങ്ങനെ ഒരാളുടെ പ്രപ്പോസൽ വന്നു കഴിഞ്ഞാ
എങ്ങനെയുണ്ടാവും? ഞാനും ഓറും തമ്മിൽ സംസാരിക്കുവാണെങ്കിൽ ചിരിച്ചു മരിക്കും. ഓട് രണ്ട് വർത്താനം നീ ചോദിക്കറാ. ഓക്ക് റെഡിയാന്നൂറ് ഓം പെണ്ണാണ വന്നിട്ടുള്ളത്. നീ ചോദിച്ചോ, പറയൂ. കുറ്റി പറയാ, എന്ത് ചെയ്യുന്നു കുറ്റി? കുറ്റി. ഞാൻ വർക്ക് ചെയ്യുന്ന എവിടെ വർക്ക് ചെയ്യുന്ന? ഇരിട്ടിയില് ജ്വല്ലറിയിൽ. ഇരുട്ടിലോ? ഇരുട്ടില് വർക്ക് ചെയ്യുന്ന ഇരുട്ടിലെ ജുവലറി, പകല് റേഷൻ കട. നല്ല സറ്റയർ ആയിരുന്നു കേട്ടോ. ത്രെഡ് എന്തായാലും കിട്ടുമല്ലോ. ഓപ്പറേഷൻ തൂഫാൻ അടിപൊളിയാണ്. അത് കറക്റ്റ് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് ക്ലൈമാക്സ് അടിപൊളിയാണ്. അല്ല, ഒരു കാര്യം നമ്മുടെ അമ്മാവിനെ പറ്റി. അമ്മാവിന്റെ ക്യാരക്ടർ ഭയങ്കര ലൈവ്ലി ആയിരുന്നു, ഭയങ്കര എനർജി ഉണ്ടായിരുന്നു. എനിക്ക് കണ്ണ കലാഭവൻ ജയകുമാറിന്റെ ടോണും കറക്റ്റാ. നല്ലത് ചേട്ടാ. നിങ്ങൾ എല്ലാരും നല്ലതായിരുന്നു ചേട്ടാ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചേട്ടാ. നമുക്കിനി ബാറ്ററി നോക്കിയാലോ ചേച്ചിമാരെ ചേട്ടന്മാരെ? അയ്യോ, അതെ, ഇനി ചാർജ് കേറ്റണ്ട. യെസ്, ബാറ്ററി നോക്കാം. സൂപ്പർ ചേട്ടാ, സൂപ്പർ. 35,000 rupees ആണ് നേടിയിരിക്കുന്നത്. സന്തോഷായോ ചേട്ടാ? സന്തോഷായി സെറ്റ്. കളിച്ച് വരുമ്പോ ഇത്രയും കിട്ടുന്ന മനസ്സിൽ തോന്നിയിരുന്നാ? അതിന് മേലെ പറയാറുമ്പോഴും കിട്ടിയുള്ളല്ലോ ആലോചിച്ച അവിടെ പറഞ്ഞു ചേച്ചിനെ പറ്റിച്ചിട്ടേക്കും. ഇവിടെ എല്ലാരും കിറ്റ് ഉണ്ടാക്കുമ്പോ 75 വേണ്ടിട്ട് ഉണ്ടാക്കണേ. ഇവിടെ വരുമ്പോ ഇങ്ങനെ സംഭവിച്ചോളൂ. പ്രകൃതിയുടെ ഓരോ വരദാനം അങ്ങനെ അല്ലേ? KKPP ആണ്. കിട്ടിയാ കിട്ടി, പോയാ പോയി. അതാണ് ചേച്ചി കൊണ്ട്. യെസ്, കൊടുക്കാം. 3500. Cutie, the hand wash presents Comedy Masters, powered by Amrtaveni Light Kit, co-powered by Rajakumari Group. Arjun and Alice, എന്താണ് നമ്മുടെ പ്ലാൻ? നമുക്ക് ഇവർക്ക് ഒരു കിടിലം പരിപാടി കൊടുക്കണ്ടേ? കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ വടക്കേക്കര എന്നും വടക്കൻ വീരഗാഥകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ കൂടെ കോമഡിയുടെ കൂടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് ഈസിക്കൽ ടു കോമഡി പ്ലസ് സൗന്ദര്യം ഈസിക്കൽ ടു അനു. വടക്കേക്കരയിൽ നിന്ന് ഒറ്റയാൾ പോരാട്ടത്തിന് വേണ്ടി അനു ആണ് വരാൻ പോകുന്നത്. അപ്പൊ ചേച്ചി, സ്റ്റാൻഡപ്പ് കോമഡിയാണ്. എല്ലാവരും നിന്ന് ചിരിക്കാൻ പോവാ. കണ്ടോ? യെസ്. मुसाफिर हूँ यारो, ना घर है ना ठिकाना. ചേച്ചി, घर जा रही हूँ. വീട്ടിലേക്ക് പോകുവാണ്. ട്രെയിൻ ലേറ്റാ. അപ്പൊ എന്തായാലും സമയമുണ്ട്. എന്നാ പിന്നെ നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ട് പോയാലോ? കുട്ടി ചേട്ടാ, തുടങ്ങട്ടെ? ഓക്കെ. അപ്പോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അന്നു, ദ ഹിന്ദിക്കാരി മലയാളി. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ലൈഫ് ഇസ് എ ജേർണി, ജീവിതം ഒരു യാത്രയാണ്. പക്ഷെ ഞാൻ യാത്രയെ ജീവിതമാക്കിയ മുതലാണ്. ഏത് ജില്ല അറിയത്തില്ല, ഏത് റെയിൽവേ സ്റ്റേഷൻ അറിയത്തില്ല, അറ്റ്ലീസ്റ്റ് ഏത് ചായക്കട അതും അറിയത്തില്ല. സലീം കുമാർ ചേട്ടൻ പറഞ്ഞ പോലെ ചിലപ്പോൾ തോന്നും നീ ഒരു ബംഗാളിയാണെന്ന്. ആഹാ, ചിലപ്പോൾ തോന്നും നീ ഒരു മലയാളിയാണെന്ന്. ഓഹോ, സത്യത്തിൽ നീ ആരാണെന്ന് ചോദിച്ചാൽ പക്ഷേ ബംഗാളി ആയാലും മലയാളി ആയാലും ഇന്ന് നമ്മൾ എല്ലാവരും കോമഡി മാസ്റ്റേഴ്സിലെ സഞ്ചാരികളാണ്. ജീവിക്കാൻ വേണ്ടിയിട്ട് ചിരിച്ചോണ്ടും ചിരിപ്പിച്ചോണ്ടിരിക്കുന്ന സഞ്ചാരികൾ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് യാത്ര ഓർമ്മയുണ്ടോ? ഉണ്ടാവാൻ ചാൻസ് ഇല്ല ശ്രീവിദ്യ കുട്ടി. കാരണം അന്ന് നമ്മൾ റീലോ സെൽഫിയോ ലഗേജോ എന്തിന് ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല. അതായത് നമ്മൾ ജനിക്കുന്നതിന് മുന്നേ അമ്മയുടെ ഗർഭപാത്രത്തിന് പുറത്തോട്ട് വരാൻ നടത്തിയ സ്ട്രഗിൾ ആയിരുന്നു നമ്മളുടെ ലൈഫിലെ ഫസ്റ്റ് യാത്ര. പുഷ്പ ദ ഗ്രാൻഡ് എൻട്രി. ചേച്ചി, പൊതുവെ ഞാൻ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആണ്. ഹാഷ്ടാഗ് യാത്രകളെ പ്രണയിച്ചവൾ. ബ്രാക്കറ്റിൽ 50 ഷർദിലും. മൂന്നാർക്ക് പോകാൻ വേണ്ടിട്ട് 300 പ്രാവശ്യം ഛർദ്ദിച്ചിട്ട് പൂക്കി കാണിച്ചിട്ട് റോഡ് സൈഡിൽ നിന്ന് സെൽഫി എടുക്കുന്നവളാണ് ഈ ഞാൻ. ശരിക്കും പറഞ്ഞാൽ യാത്രയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ഞാൻ എക്സാം റിസൾട്ട് വന്നപ്പോഴാണ്. അതായത് 10ാം ക്ലാസ്സിൽ 4 സബ്ജക്റ്റിൽ പൊട്ടിയപ്പോഴാണ് ഞാൻ നാട് വിടാൻ തീരുമാനിച്ചത്. പക്ഷേ വീട്ടുകാർ എതിർത്തു. പിന്നെ ഞാൻ വീട്ടിൽ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ എതിർത്ത വീട്ടുകാർ തന്നെ എന്നോട് നാട് വിട്ടോളാൻ പറഞ്ഞു. സില്ലി പീപ്പിൾ. ഒരു ഫേസിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ട് ഞാൻ വിചാരിച്ചു സോളോ ട്രാവൽ പോയാൽ ലൈഫ് ചേഞ്ച് ആകുമെന്ന്. ചേഞ്ച് ആയി ഗൈസ്. എന്റെ ബാങ്ക് ബാലൻസ് ഫുൾ ഖാലി ആയി. പക്ഷേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സോളോ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മണാലിക്ക് ട്രെയിൻ കയറി. അർജുൻ ചേട്ടാ, ഈ സെലിബ്രിറ്റീസ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പം ചെവിയിലൊരു ഹെഡ്സെറ്റും കയ്യിലൊരു ബുക്കൊക്കെ പിടിച്ചിട്ട് ട്രാവൽ ചെയ്യുന്നത് കാണുമ്പോൾ ക്ലാസ് ലുക്കാണ്. അങ്ങനെ ആ ലുക്ക് കിട്ടാൻ ഞാനും
ഒരു ബാലറമയൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ട്രെയിനിലെ വിൻഡോ സീറ്റിൽ കാഴ്ചകളൊക്കെ കണ്ടോണ്ട് ഇരിക്കുമായിരുന്നു. ശ്വേത ചേച്ചി അപ്പൊ തന്നെ ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് എക്സ്ക്യൂസ് മീന്ന് എന്നെ കണ്ണി കണ്ട ചെറുക്കന്മാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് എക്സ്ക്യൂസ് മീ ഞാൻ മൈൻഡ് ചെയ്യണോ കുട്ടി ചേട്ടാ? പൊന്നെ എന്റെ ബാലറമ്മയാണ് സത്യം, ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പൊ അയാൾ എന്നോട് വീണ്ടും എക്സ്ക്യൂസ് മീന്ന്. ഞാൻ പറഞ്ഞു സോളോ ട്രാവൽ ചെയ്യുവാണ് മിസ്റ്റർ, ഫ്രണ്ട്ഷിപ്പിനോ റിലേഷൻഷിപ്പിനോ എനിക്ക് താല്പര്യമില്ല, വേറെ ആളെ നോക്ക് ആകെ പെടും. അപ്പൊ അയാൾ എന്നോട് പറയുവാ, പെണ്ണുമ്പോളെ നീ എവിടെ വേണമെങ്കിലും പോ, ടിക്കറ്റ് കാണിച്ചിട്ട് പോയാൽ മതി. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു ഒരു ഹണിമൂൺ ട്രിപ്പ് പോകാൻ. വിപിൻ എന്നോട് പറഞ്ഞു, അനു നമ്മളുടെ ഹണിമൂൺ ട്രിപ്പ് ലൈഫ് ലോങ് ഓർത്ത് വെക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആവണം എന്ന്. അങ്ങനെ ഞങ്ങൾ ലോൺ എടുത്തിട്ട് പോയത് മലേഷ്യക്ക്. വാട്ട് എ റൊമാൻറ്റിക് ട്രിപ്പ് ഇറ്റ് വാസ്. 10 വർഷമായി പക്ഷെ ഞാൻ ആ ട്രിപ്പ് പറഞ്ഞിട്ടില്ല. കാരണം എല്ലാ മാസം 4-ാം തീയതി ബാങ്കിൽ നിന്ന് മെസ്സേജ് അടിച്ചക്കരേ ലോൺ അടിക്കട മക്കളെ. അങ്ങനെ ലോൺ എടുത്ത് മുടിഞ്ഞു പോയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഒറ്റയ്ക്ക് പോയാൽ ഒറ്റയ്ക്ക് പെടും, കുടുംബക്കാരുടെ കൂടെ പോകാം എന്ന്. ഈ കുടുംബക്കാരുടെ കൂടെ പോകുന്ന ചില യാത്രകളുണ്ട്, എസ്പെഷ്യലി ട്രെയിൻ യാത്രകൾ. പൊതിച്ചോറ്, ഉണ്ണിയപ്പം, പച്ച ബോട്ടിലിൽ കരിങ്ങാലി വെള്ളം, രാവിലെ തൊട്ട് രാത്രി വരെ പാട്ട്, കൂത്ത്, ചീട്ടുകളി എല്ലാം. അന്ന് വരാത്ത ബന്ധുക്കാരുടെ പരദൂഷണം പറച്ചിലുമായിട്ട് ഒരു ദിവസം അങ്ങ് പോകുന്നതേ അറിയത്തില്ല. രാത്രിയാകുമ്പം സീൻ മാറും. ഈ പൊതിച്ചോറിന്റെ മണം നൈസായിട്ട് മാറിയിട്ട് അമ്മാമ്മയുടെ കുഴമ്പിന്റെ മണം കയറി. ലൈറ്റ് ഓഫ് ആക്കിയാ പിന്നെ ശ്മശാനം മൂകത മാത്രമല്ല കാഴ്ചയും. വെള്ള ബെഡ്ഷീറ്റ് പൊതിച്ച് എല്ലാവരും കിടക്കുന്നത് കാണുമ്പം ആത്മാക്കളുടെ സംഗമം വായിക്കാണ്. എന്റെ പൊന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചേട്ടന്മാരെ, കാലം എത്ര മാറി, എത്ര ചേഞ്ചസ് വന്നു. മലയാളം ചാനലിൽ ഹിന്ദിക്കാർ വന്ന് മലയാളത്തിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. ഇനിയെങ്കിലും ആ ബെഡ്ഷീറ്റിന്റെ കളർ ഒന്ന് മാറ്റിക്കൂടെ? ഒരുമാതിരി ലോ ബഡ്ജറ്റിൽ ഹൊറർ സിനിമ കാണുന്നേ. പക്ഷെ ട്രെയിൻ യാത്ര എന്ന് പറയുമ്പം നമ്മൾക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് അതിൽ കൂടെ പോകുന്ന ചായയും കാപ്പിയും വടയൊക്കെയാണ്. ഈ ലോകത്ത് മിമിക്രി അറിയാത്തവർ പോലും ഒരു പ്രാവശ്യമെങ്കിലും ഇവരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ? എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ചായ ചേട്ടന്റെ ഒറിജിനൽ വോയിസ് എന്തായിരിക്കും? ഇപ്പൊ നോർമൽ ആയിട്ട് അലീനെ ഒരു ചായ കുടിക്കുമോ എന്നായിരിക്കോ? അതോ സ്വന്തം വീട്ടിലും അമ്മ ചാറ എന്നായിരിക്കോ? ഇതിന്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ് ഫ്ലൈറ്റ് യാത്രയിൽ കാണാൻ കിട്ടാം. ഫ്ലൈറ്റിൽ ചായ വിൽക്കാൻ വരുന്ന എയർ ഹോസ്റ്റസ്മാർ സ്വന്തം വീട്ടിൽ പല്ലും തേക്കാതെ തലയും ചൊറിഞ്ഞുകൊണ്ട് ചോറായ അമ്മ എന്ന് പറയുന്നവരായിരിക്കും. എന്താ മോൾ എയർ ഹോസ്റ്റസ് ആയി ഇരിക്കുന്ന ഈ ഫ്ലൈറ്റിലെ അമ്മ ഒന്ന് കയറി നോക്ക്. സീറ്റ് നമ്പർ കിട്ടുന്നതിന് മുന്നേ മോൾ എത്തും. മാം വുഡ് യു ലൈക്ക് ടു ഹാവ് സം ടീ ഓർ കോഫി? ആ സ്നേഹവും ആ ഇംഗ്ലീഷും കണ്ടിട്ട് അമ്മ ഒന്ന് പേടിക്കും. ദൈവമേ കിഡ്നി വല്ലതും ചോദിക്കാനാണാവോ? അതേപോലെ കോമൺ ആയിട്ട് യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ. ശ്രദ്ധിച്ചു, ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിൽ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ വീട്ടിനോ ഹോസ്പിറ്റലിനോ മോളിനോ ഏത് ഗുദാമിനോ ഒരു മനുഷ്യ ശരീരം റോട്ടിലൊന്ന് എത്തിച്ചു നോക്കിയാൽ മതി. ഒരു ലോഡ് ഓട്ടക്കാർ പറഞ്ഞെത്തും. ഓ ചേച്ചി, ഓ ദീദി കാഞ്ചാകെ മാഡം സോറി മലയാളം. ഓ ചേച്ചി എങ്ങോട്ടേക്കാ പോണേ ചേച്ചി, കേറിയിരിക്കും ചേച്ചി എന്ന് പറഞ്ഞ് നമ്മൾ പിന്നാലെ നടക്കും. നോട്ടി ബോയ്സ്. പക്ഷെ കേരളത്തിലെ ഓട്ടോക്കാർ അങ്ങനെയല്ല. ഇവിടുത്തെ ഓട്ടോ ചാട്ടന്മാർ രാവിലെ തന്നെ ഓട്ടോ എടുത്തിട്ട് കറങ്ങാൻ ഇറങ്ങിക്കുവാണ്. അത്യാവശ്യത്തിന് ഒരെണ്ണം കിട്ടത്തില്ല. ഇനി കിട്ടിയാലും ചേട്ടാ എടപ്പള്ളി എന്ന് പറഞ്ഞാൽ പറയും മോളെ നേരെ പോയിട്ട് റൈറ്റ് എടുത്താൽ മതി. അല്ല ചേട്ടാ എടപ്പള്ളിക്ക് പോകൂന്ന് ചോദിച്ചാൽ പറയും ഓ ഞാൻ പോണില്ല മോളെ നീ പോയിട്ട് വന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങും. പക്ഷെ നമ്മുടെ നാട്ടിൽ റിയൽ യാത്ര എന്ന് പറയുന്നത് ഈ ട്രെയിനോ ഫ്ലൈറ്റോ ഒന്നുമല്ല. ഒരു മലയാളി ശരിക്കും ഒരു മലയാളി ആവണമെങ്കിൽ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും KSRTC ബസ്സിൽ യാത്ര ചെയ്യണമെന്നാണല്ലോ. ഇവിടെ നിങ്ങൾ എല്ലാവരും ബസ്സിലിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ടോ? ലക്കി ഐ മസ്റ്റ് സേ. കാരണം ചേച്ചി ഞാൻ കുറേ പ്രാവശ്യം ബസ്സിൽ കയറിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. അതായത് 50 സീറ്റുള്ള ബസ്സിൽ നമ്മുടെ സർക്കാരിന്റെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ 500 പേരൊക്കെ ഈസി ആയിട്ട് കയറും. ഫോറിൻ കൺട്രീസിലെ ബസ്സൊക്കെ കാണണം. ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് പോലും ഉണ്ടാവത്തില്ല ഇത്രയ്ക്കും ഡിസിപ്ലിൻ. സിറ്റ് സ്ട്രേറ്റ്, നോ സ്റ്റാൻഡിങ്, നോ വേക്കൻസി ഇഫ് ബസ് ഇസ് ഫുൾ. പക്ഷെ കേരളത്തിലെ ചേച്ചിമാരൊക്കെ ബസ്സിൽ കയറുന്നത് തന്നെ കവറിൽ ഒരു 2 പ്ലാസ്റ്റിക് കവർ, ഒരു നനഞ്ഞ കുട, പിന്നെ ഒക്കത്തൊരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടാണ്. എന്നാൽ ഇതെല്ലാം എടുത്തു വെക്കുന്നത് ഇരിക്കുന്ന പാസഞ്ചറിന്റെ മടിയിലാണ്. നിങ്ങൾ ഇരുന്നിട്ട് പോയാലും നിന്നിട്ട് പോയാലും തൂങ്ങിയിട്ട് പോയാലും
ടിക്കറ്റ് റേറ്റ് എല്ലാവർക്കും സെയിം തന്നെയാണ്. ഇപ്പൊ പിന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആയതുകൊണ്ട് ഓരോ അമ്മമാരൊക്കത്തെ ഒരു കുഞ്ഞിനെയും പിടിച്ചിട്ടാണ് കയറുന്നത്. എന്നാൽ ഈ ഒക്കത്ത് ഈ കുഞ്ഞ് ഇരിക്കുവോ ഇല്ല, ഇരിക്കുന്നവരുടെ മടിയിൽ അങ്ങ് വെച്ചു കൊടുക്കും, ഇരിക്കുന്നവർക്കുള്ള ശിക്ഷ. അമ്മമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ശ്വേത ചേച്ചി, പണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം അമ്മയുടെ കോൾ വരും 6 മണിയാകുമ്പം, നീ എവിടെ എത്തിയിടി, ബസ്സിൽ കയറിയോ, 7 മണിക്ക് മുന്നേ വീട്ടിലെത്തിയില്ലെങ്കിൽ നാളെ തൊട്ട് വീട്ടിൽ നിന്ന് നീ പുറത്തോട്ട് ഇറങ്ങരുത്. നിങ്ങൾ ഓഫീസിലാണോ, ഷോപ്പിംഗിലാണോ, ഷൂട്ടിങ്ങിലാണോ, ഡിപ്രഷനിലാണോ, 7 മണിക്ക് മുന്നേ പെരക്കാത്തോട്ട് കയറി. പക്ഷെ ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് എന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പം അമ്മ ഒരു 3 ദിവസത്തേക്കുള്ള ഫുഡ് പാർസൽ ചെയ്ത് തരും, പാക്ക് ചെയ്ത് തരും, 1 വർഷത്തേക്കുള്ള അച്ചാറും. അച്ഛൻ കൈ പിടിച്ച റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഈ കയ്യിൽ തന്നിട്ട് പറയും, ഇരിക്കട്ടെ മോളെ, യാത്രയല്ലേ, എന്തെങ്കിലും ആവശ്യം വരും എന്ന്. പണ്ട് ഇതേ തന്തപ്പടിയോട് പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ട്രിപ്പിന് പോകാൻ 1000 രൂപ ചോദിച്ചപ്പം 500 രൂപയിലെ സമ്മതിച്ചിട്ട് 200 രൂപ തന്ന അതിന്റെ കണക്ക് ചോദിച്ച മുതലാണ്. ഇപ്പൊ കണ്ണിലെ വിഷമമൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് എന്റെ ട്രെയിൻ അങ്ങോളം പോകുന്നവരെയും ടാറ്റയും കാണിച്ച് അവിടെ നിൽക്കും. എന്നിട്ട് ഫുൾ ലൈഫ് ട്രാക്കിംഗ് ആണ്. മോൾ എവിടെ എത്തി, ഫുഡ് കഴിച്ചോ, എന്റെ മോൾ ഓക്കെ അല്ലേ, വീട്ടിലെത്തിയിട്ട് ഒരു കോൾ ചെയ്യണേ, അമ്മ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ശ്വേത ചേച്ചി, നമ്മളിപ്പോ എത്ര വലിയ യാത്ര ചെയ്താലും, എത്ര വലിയ വണ്ടിയിൽ കയറിയാലും, ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഏതിൽ കയറിയാലും, പണ്ട് അച്ഛൻ്റെ സ്കൂട്ടറിന്റെ ഫ്രണ്ടിൽ നിന്ന് മഴയും കാറ്റും വെയിലൊക്കെ മുഖത്തടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടായിരുന്നു. ആ സുഖത്തിൻ്റെ അത്രയും ഒരു യാത്രയിൽ നമുക്ക് വരത്തില്ല. ആ സ്നേഹവും കരുതലുമുള്ള ആ ജനറേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ 4 വരി പറഞ്ഞ് എൻ്റെ യാത്ര അങ്ങ് തുടങ്ങുന്നു. വിത്ത് യുവർ പെർമിഷൻ ചേച്ചി. സോ അർസ് കിയാ ഹെ, യാത്ര ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും വീട്ടിലേക്കുള്ള മടങ്ങിവരവാണ് ഏറ്റവും വലിയ യാത്ര. കാരണം യാത്ര തുടങ്ങിയതും അവിടെ, അവസാനിച്ചതും അവിടെ. യാത്ര പഠിച്ചതും അവിടെ, പഠിപ്പിച്ച് തന്നവരും അവിടെ. യാത്രയെ സ്നേഹിച്ചതും അവിടെ, സ്നേഹിച്ചവരെ കാത്തിരിക്കുന്നതും അവിടെ. യാത്ര ഒരു കഥയാണ്, യാത്ര ഒരു ലക്ഷ്യമാണ്, യാത്ര ഒരു മടങ്ങിവരവാണ്, മറ്റൊരു യാത്രയുടെ തുടക്കമാണ്. അന്നുവിന്റെ ഈ യാത്ര ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എപ്പോഴും. അന്നു ഒരു ഈ മൈ ഗോഡ്, വെരി ബ്യൂട്ടിഫുൾ. ഐ എം ലൈക്ക് സ്പെൽ ബൗണ്ട്. നമ്മളെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മിപ്പിച്ചെടുത്ത് തന്നു തന്നെ. താങ്ക് യു. എൻ്റെ അടുത്ത് അനു ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇൻട്രപ്റ്റ് ചെയ്യല്ല. ഓർമ്മയുണ്ടോ ആദ്യത്തെ ഒരു ട്രാവലിന്ന്? എൻ്റെ 6ാമത്തെ വയസ്സിൽ, പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകുടുംബം എല്ലാവരും ഒരുമിച്ച് അടുത്തടുത്താണല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് ആരൊരു വലിയ യാത്രയ്ക്ക് പോയാലും വീട്ടിൽ നിന്ന് എല്ലാവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് ടാറ്റ പറയാനായിട്ട്. അങ്ങനെ എൻ്റെ അപ്പൂപ്പനും അമ്മമ്മയും പൂനെക്ക് പോവാണ്. പൂനെയിലാണ് വല്യമ്മ, മമ്മിയുടെ ചേച്ചി. ഞാനും പോയി എൻ്റെ പപ്പയുടെ അമ്മയുടെയും കൂടെ. അവിടെ എത്തിയിട്ട് എൻ്റെ അപ്പൂപ്പനും അമ്മമ്മയും കൂടി കയറി പോകണിട്ട് വിശ്വസിക്കുമെന്നറിയില്ല, ആ ഡ്രസ്സിൽ വാശി പിടിച്ച് ഞാനും അപ്പൂപ്പൻ്റെ അമ്മമ്മയും കൂടെ പൂനെക്ക് പോയി. അതാണ് എൻ്റെ ആദ്യത്തെ ഏറ്റവും വലിയ യാത്ര. അത് കഴിഞ്ഞിട്ട് പൂനെയിൽ എത്തിയിട്ടാണ് ഡ്രസ്സ് വാങ്ങിക്കണത്. ബാക്കി കാര്യങ്ങളെല്ലാം ഒരു 10-15 ദിവസത്തേക്ക്. അതൊക്കെ ഇപ്പോൾ ഓർമ്മിക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. ഇതുപോലത്തെ ആദ്യത്തെ യാത്രയുടെ അനുഭവം എനിക്കുണ്ട് കേട്ടോ. ഞാൻ പണ്ട് ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞായിരുന്ന സമയത്ത്. ഇതുപോലെ ഒരു ദിവസം ഇങ്ങനെ ഉച്ചയ്ക്ക് TV-യിൽ സിനിമ ഇടുമല്ലോ, സിനിമയിൽ ഇങ്ങനെ ട്രെയിൻ കണ്ടിട്ട് ഞാനിങ്ങനെ ട്രെയിനിൽ കയറണം എന്ന് പറഞ്ഞ ആഗ്രഹം പറഞ്ഞപ്പോൾ അന്നത്തെ വൈകുന്നേരം എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. പപ്പ എന്നെ വൈകുന്നേരം ആയപ്പം ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് റെഡിയായി ട്രിവാൻഡ്രം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി കണിയാപുരം വരെ പോയി, അവിടെ ഇറങ്ങി അടുത്ത ട്രെയിനിൽ നിന്ന് അവിടെ തിരിച്ച് പേട്ടയിൽ വന്ന് വീടിന്റെ ഫ്രണ്ടിൽ ഇറങ്ങി. അതുപോലെ പണ്ട് ഞാൻ എപ്പോഴും കല്യാണത്തിനൊക്കെ മുമ്പ് ചേച്ചി പപ്പയായിട്ട് എപ്പോഴും യാത്ര ഫുള്ള് ബൈക്കിലായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. ഇന്ന് പപ്പയ്ക്ക് പ്രായമൊക്കെ, ഇപ്പൊ എന്നെ ബാക്കി ഇരുത്തി കുറെ ദൂരമൊക്കെ കൊണ്ടുപോകാൻ പാടാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്. അപ്പൊ ഞാനത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്കിതിപ്പോ കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. എന്റെ വീട്ടിൽ പോയി 2 years ആയി. എന്റെ നാട് ഞാൻ ഒത്തിരി മിസ് ചെയ്യാറുണ്ട്. സോ ഇത് പറയുന്ന ടൈമിൽ എന്റെ മൈൻഡ് അവിടെയാണ് പോയി. എന്റെ ഒരുപാട് യാത്രകൾ എനിക്ക് ഓർമ്മയുണ്ട്. കുട്ടിക്കാലം തൊട്ടിട്ട് എൻ്റെ അച്ഛൻ എയർഫോഴ്സ് ഓഫീസർ ആയിരുന്നു. അപ്പോൾ ഒരു യാത്ര തന്നെ എൻ്റെ ജീവിതം, ഞാൻ ജനിച്ചു തന്നെ ഒരു യാത്രയിൽ തന്നെയാണ്. ഇന്നും യാത്ര അതിങ്ങനെ പോകുന്നു. എൻ്റെ മോളും ആ യാത്രേൻ്റെ ഭാഗമാണ്. ഇങ്ങനെ പോകുന്നു. പക്ഷെ എൻ്റെ ഒരു യാത്ര, എൻ്റെ ഓർമ്മയിൽ അച്ഛൻ്റെ അടുത്തൊരു SD ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്തൊരു SD ഉണ്ടായിരുന്നു. അച്ഛൻ മുമ്പിലിരിക്കും, അമ്മ പിന്നെ എന്നെ ആ ബാക്ക് സീറ്റിൽ എക്സ്ട്രയിൽ ഇട്ടിട്ട് പിന്നെ ഒരു റോപ്പ് എടുത്തിട്ട് കെട്ടും. ബിക്കോസ് യാത്ര തുടങ്ങിയാൽ ഞാൻ അപ്പോൾ ഉറങ്ങിപ്പോകും. അപ്പോൾ ഈ ഉറങ്ങാതെ ഇരിക്കാൻ വേണ്ടി അതിൻ്റെ മുമ്പിൽ അമ്മയുടെ ആ റോപ്പിൻ്റെ ഇവിടെ അമ്മയുടെ കക്ഷത്തിൻ്റെ അവിടെ ഉണ്ടാവും.
പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. എവിടെ പോയാലും ഞാൻ ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ എന്നെ കെട്ടിയിട്ടിട്ടുണ്ടാവും. നമ്മൾ ഇലഹാബാദിലാണ് താമസിക്കുന്നുണ്ടായിരുന്നത്, അവിടുന്ന് കാൺപൂർ. അപ്പോൾ എൻ്റെ എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ അവിടെയായിരുന്നു. നമ്മളെപ്പോഴും ബൈക്കിലാണ് പോകാറുണ്ടായിരുന്നത്. ഈ 3.5 മണിക്കൂർ അങ്ങോട്ട്, 3.5 മണിക്കൂർ തിരിച്ച്, അവിടെ പോയി 2-3 ദിവസം ജഗ പോക. അപ്പം അങ്ങനെയൊക്കെ കുറേ ആ യാത്രകൾ ഇന്നത്തെ തലമുറയ്ക്ക് തീരെ കിട്ടണില്ല. മനസ്സിലായോ? അത് ഞാൻ എൻ്റെ മോളോട് എപ്പോഴും പറയും. പക്ഷേ എനിക്ക് ഒരു കാര്യം ഈ സമയത്ത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഡയറക്ടർ അനുജിൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ യാത്രയാണ് ജീവിതത്തിൽ, ഒരു മെമ്മറി. അങ്ങനെ തന്നെ നമ്മുടെ ഡയറക്ടറാണ്. ആൻഡ് ഹീസ് ഡൂയിങ് ഫാന്റാസ്റ്റിക് ഫോർ ഹിസ് ചിൽഡ്രൻ. സോ അനു, താങ്ക് യു വൺസ് അഗൈൻ. ഓരോ തവണ ഈ വേദിയിൽ അന്നു വരുമ്പോൾ നമ്മളെ സത്യം പറയാ ഒരു യാത്രയല്ല, ഒരു മെമ്മറി യാത്രയിൽ വിടുന്നത് എപ്പോഴും. അനു, താങ്ക് യു സോ മച്ച് ആൻഡ് ബ്യൂട്ടിഫുള്ളി. ഒന്ന് മാറ്റി പറഞ്ഞോട്ടെ ചേച്ചി, സൗന്ദര്യം പ്ലസ് കോമഡി അല്ല, സൗന്ദര്യമുള്ള സ്ക്രിപ്റ്റ് പ്ലസ് കോമഡി ഈക്വൽ ടു അനു. നീ കൂടുതൽ പറയേണ്ട, ബിബിൻ ഇവിടെ വരും, ഹസ്ബൻഡ്. ഓ, പുള്ളി എവിടെ ഇരുന്നോട്ടെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരു നല്ല ജേർണിയിൽ ഞങ്ങളെ കൊണ്ടെത്തിച്ച് നിർത്തി. പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ദിവസം അനു എപ്പിസോഡിന്റെ തുടക്കം വരെ ഒരു ത്രെഡ് ഇട്ട് തരാം, ബാക്കി നമ്മൾ ഇങ്ങനെ പിടിച്ചൊന്ന് പറഞ്ഞു. അതായിരിക്കും രസം. അപ്പൊ എന്തായാലും വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. നനങ്ങുമ്പോൾ മലർത്തേരിറങ്ങും അനുരാഗപൂത്തിങ്കൾ. നിലയ്ക്കാത്ത മേളത്തിൽ നടനം തുടങ്ങുമ്പോൾ ഇനിയൊരു കൂടെ കൂടാമോ? ബർസേ ബർസേ ഒരു സ്ഥലത്തെ ട്രാക്ക് മാറ്റി. നിന്റെ കത്തൊന്ന് കൊണ്ടപ്പോൾ ഈ കൊണ്ടൊന്നു കേട്ടപ്പോൾ പൂമഴ. നിന്റെ കത്തൊന്ന് കൊണ്ടപ്പോൾ തേന്മഴ, ഈ കൊണ്ടൊന്നു കേട്ടപ്പോൾ പൂമഴ. നിൻ പാട്ടിൽ തുടി കേട്ട് കൈകൊട്ടി പാടുന്നടി ചട്ടനും പൊട്ടനും എട്ടര പൊട്ടനും. നൈസാനടി ലവ്വിന്റെ വിസിലടി ചൊറ് ചൊറ് അസല് അസല് സ്മൈല് സ്മൈല് ലവ്ലി സ്മൈല് ചൊറ് ചൊറ്. അവന്മാർക്ക് ചേഞ്ച് വേണോത്രേ, ആ തടികൾക്ക് നമുക്ക് ചേഞ്ച് കൊടുക്കാം. Hola, hola, hola. Out of my hola. Hola, hola, hola. What the fun, hola. What the fun, hola. Nikkudu nikkudu illa pattu vada kala. Eladu mela. Kala kala kala. Alli kattu kala. Kala kala kala. Cholli kattu kala. Cholli kattu kala. Urutti porattu wala. Selapulla paatha adangi odungum kala. Osi osi. Avadu di.
മക്കളെ പൊളിച്ചടക്കി. അടിപൊളിയായിരുന്നു. അത് മന്ത്ര റൂട്ട്സ് ഓഫ് റിതം എന്ന് പറഞ്ഞെങ്കിലും നിങ്ങളുടെ ആ പവർ ഇങ്ങനെ വേര് പോലെ ഞങ്ങളിലേക്ക് എത്തി. അതെ, ഓരോ ഡാൻസിലും ഓരോ ആൾക്കാർ കറങ്ങി കറങ്ങി സെൻട്രൽ പൊസിഷനിൽ വന്നില്ലേ? നല്ലതായിരുന്നു. നിനക്കത് കണ്ടുപിടിച്ചല്ലേ? എനിക്ക് കണ്ണു കാണാൻ അല്ല, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് പാട്ട് ഏത് മൂഡ് ഇട്ടാലും ഇവർ ചിരിച്ച് ആഘോഷിച്ച് കളിക്കുക. അതാണ്. പക്ഷെ അത് മോശമായി പോയി. ഡാൻസിനെ പറ്റി കൂടുതൽ ആധികാരികമായിട്ട് പറയാനുള്ള ശ്രീവിദ്യയെ കുറിച്ച് 2 വാക്ക് പറയും. 2 സ്റ്റെപ്പ് വിട്ടവള് പറ. എനിക്കെല്ലാം ഇഷ്ടായി. ഉളുപ്പില്ലാണ്ട് ഞാൻ പറയുന്നത്. എനിക്ക് അവരുടെ എക്സ്പ്രഷൻ, പ്രത്യേകിച്ച് അവളുടെ എക്സ്പ്രഷൻ ഒരു രക്ഷയില്ലായിരുന്നു. അതെ. ഹരിതയായിരുന്നു ഇതിന്റെ കൊറിയോഗ്രാഫി. ഹരിത, ഞങ്ങൾ എല്ലാരും കൂടി പഠിക്കുന്നത്, പിന്നെ കുറച്ചും കൂടി കൂടുതലായിട്ട് ഞാൻ ഇതിൽ കൈവെക്കും. ഹരിത കർമ്മസേന നിങ്ങളുടെയാണോ? അവിടൊന്നും പോയി. നിങ്ങൾ ഏത് ഡാൻസ് സ്കൂളിലാണ് ഡാൻസ് പഠിച്ചത്? ഞാൻ അതല്ല ആദ്യം പറഞ്ഞേ. ശ്രീവിദ്യ ഒരു ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്, നൃത്ത നശീകരണി ഡാൻസ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അതിൽ വേണം അഡ്മിഷൻ എടുക്കാം. ഫ്യൂച്ചറിൽ അതിന്റെ പ്രവേശനോത്സവം ഉണ്ടായിരുന്നു ഇപ്പൊ ജൂണിൽ. കവലൂരായിരുന്നു ഉദ്ഘാടനം. നൃത്ത നശീകരണി ഡാൻസ് സ്കൂൾ ഇപ്പൊ കോഴിക്കോട് ഓപ്പൺ ആയി. ഇനിയിപ്പോ എവിടെ കൊണ്ടുപോയി? കോഴിക്കോടുണ്ടോ? കണ്ണൂർ വരുന്നുണ്ട്. കണ്ണൂരത്തെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടേ ഞാൻ നിർത്തും. കിടിലം. എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. ചേച്ചി, ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ അവിടെ ചെന്നിട്ട് പറയണം. അതാണ് എളുപ്പം വരാവേ. പ്രേക്ഷകരെ, അപ്പം ഇനി നമ്മള് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ കണ്ണൂർന്ന് വന്ന നമ്മളുടെ മന്ത്ര റൂട്ട്സ് ഓഫ് റിതം. സൂപ്പർ. അപ്പൊ എന്തായാലും ഇനിയും മുന്നോട്ട് ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് പോവാ. ഇനിയും ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ ഹാപ്പി ആയിട്ട് പോവാം. ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഹാപ്പി എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. മറ്റൊരു ഹാപ്പിനെസ് ആയിട്ട് നമ്മൾ തിരിച്ചു വരും. അതുവരേക്കും ബൈ ബൈ.